കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 157 സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. റോമ ലേഖന പഠനം കഴിഞ്ഞ് കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു ഇടവേളയിലാണ് നാം ഈ ചില ജനറിക് ടോപ്പിക്കുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും അറിയുന്ന പോലെ റോമ ലേഖന പഠനം ഏകദേശം 40 ക്ലാസ്സുകളിലായി നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. തുടർന്ന് നമ്മൾ കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനു മുൻപ് ഒരു ഇടവേള എടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ ജനറിക് ടോപ്പിക്കുകൾ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത്, ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ്? ശരിക്കും ക്രിസ്ത്യാനികൾ തന്നെയാണോ എന്നൊരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്നും ആ വിഷയം തന്നെ തുടർമാനമായിട്ട് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഇന്ന് ഞാൻ അതിന്റെ ടൈറ്റിൽ ഒരല്പം മാറ്റി കൊടുത്തിട്ടുണ്ട്. കാര്യം അതർവൈസ് യൂട്യൂബിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഒരേ ടൈറ്റിലാണെങ്കിൽ ഇത് കണ്ടതാണ് എന്ന് വിചാരിച്ച ജനം കാണാതെ പോകും. അതുകൊണ്ട് വിഷയം ഏകദേശം അതൊക്കെ തന്നെയാണെങ്കിലും ഞാനൊരല്പം ആ ടൈറ്റിൽ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ ഇന്നത്തേത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് വിതിൻ ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്തീയ വിശ്വാസത്തിലെ ആത്മീക അന്ധത. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ചിന്തിക്കുന്നത്. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് റോമ ലേഖന പഠനത്തിന് ശേഷം ഒരു ടെസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ അതിന്റെ ആൻസർ പേപ്പറുകളൊക്കെ എനിക്ക് ലഭിച്ചു തുടങ്ങി. ഞാനത് മറ്റുള്ളവരെ കൂടെ എൻകറേജ് ചെയ്യുകയാണ്. ആ വിഷയത്തിൽ ആ ടെസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബൈബിൾ ക്ലാസ് 155 ബൈബിൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിനെന്താണ് റിക്വയർമെന്റ്, എന്താണ് അതിന്റെ ചോദ്യം, എവിടെയാണ് അത് അയക്കേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. താല്പര്യമുള്ളവരെ ബൈബിൾ ക്ലാസ് 155 അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 30 മെയ് ആണ് അതിന്റെ ലാസ്റ്റ് സബ്മിഷൻ ഡേറ്റ്. അതിനോടകത്ത് അത് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത 2 ആഴ്ച നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കുന്ന കാരണം സാറ്റർഡേസിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അടുത്ത് വരുന്ന 2 ആഴ്ചകളിൽ ബൈബിൾ ക്ലാസ് ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 6 ജൂൺ ആണ് നമ്മുടെ പുതിയ ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കുന്നത്. 6-ാം തീയതി, ജൂൺ മാസം 6-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ക്ലാസ് വീണ്ടും പുനരാരംഭിക്കും. ഇടയ്ക്ക് 2 ആഴ്ചത്തെ ഒരു ബ്രേക്കാണ്. ആ ക്ലാസ് ആരംഭിക്കുമ്പോൾ ശരിക്കും കൊരിന്ത്യ ലേഖനം പഠിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്ക് നിറയെ ചോദ്യങ്ങളും നിറയെ അഭിപ്രായങ്ങളും ജനത്തിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് എടുക്കുമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ അനുഗ്രഹമായിരിക്കും. അതിനെ നല്ലവണ്ണം ശരിക്കും കവർ ചെയ്ത് സംസാരിക്കാൻ, എല്ലാ ആസ്പെക്ട്സുകളും ചിന്തിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചില വിഷയങ്ങളുണ്ട്. ഒന്ന് എറ്റേണിറ്റി, നിത്യത എന്നൊരു വിഷയം പൊതുവെ ജനത്തിന് ക്ലിയർ ആയിരുന്നു. എന്നാൽ ഇടക്കാലങ്ങളായിട്ട് ചില വേറെ പഠിപ്പീരുകളൊക്കെ വന്നപ്പോൾ അല്പം കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എറ്റേണിറ്റി എന്നൊരു വിഷയം ഇതുപോലെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കണമെന്നും, ലോർഡ് സപ്പർ അതായത് തിരുവത്താഴ് ശുശ്രൂഷ, കർത്തൃമേശ, അതിലും അല്പമായിട്ടുള്ള കൺഫ്യൂഷൻസ് വന്നിരിക്കുന്നു. അപ്പൊ അതൊന്ന് ക്ലീൻ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അന്യഭാഷ എന്നൊരു വിഷയത്തിൽ വിശദമായിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു റിഫ്രഷർ ആവശ്യമാണെന്ന് തോന്നുന്നു. പൗരോഹിത്യം, അതിന്റെ ആവശ്യം എന്താണെന്ന് ഏറെ നാൾ മുമ്പ് എനിക്ക് ലഭിച്ച ചോദ്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒന്ന് ഒരു ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബൈബിളിന്റെ വിശ്വാസ യോഗ്യത, ക്രെഡിബിലിറ്റി, ആ വിഷയം എനിക്ക് പുതുതായിട്ട് ലഭിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ ഈ വിഷയങ്ങളെ കൂടി ഒന്ന് കവർ ചെയ്തിട്ട് കൊരിന്ത്യ ലേഖനത്തിലോട്ട് കടക്കാമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ആലോചനയ്ക്കായിട്ട്, ദൈവിക ആലോചനയ്ക്കായിട്ട് വിടുന്നു. കടന്നു വരുമ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 6 ജൂണിന് നമ്മുടെ ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കും എന്ന് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് വിതിൻ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയ വിശ്വാസത്തിലെ ആത്മീക അന്ധത. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ക്രിസ്തീയ സഭകൾ എന്ന് അഭിമാനിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അത് എല്ലാ പ്രസ്ഥാനങ്ങളും ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയിട്ടില്ല. ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തൻഡം, അതാണ് എൻ്റെ ടാർഗറ്റ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സഭയെയും കത്തോലിക്കക്കാരെയോ മർദ്ദമക്കാരെയോ പെന്തക്കോസുകാരെയോ ബ്രദറുകാരെയോ അങ്ങനെ ഒരു ടാർഗറ്റും എനിക്കില്ല. എനിക്ക് എല്ലാവരും ടാർഗറ്റാണ്. ക്രിസ്തീയ വിശ്വാസം മുഴുവനും എൻ്റെ ടാർഗറ്റാണ്. കാരണം അവിടെ കത്തോലിക് എന്നില്ല, ഓർത്തഡോക്സ് എന്നില്ല, യാക്കോബായിട്ടെന്നില്ല, മാർത്തോമായിട്ടെന്നില്ല, ലൂതറൻ, പ്രെസ്ബിറ്റേറിയൻ, ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്റ്റ്, ബ്രദറൻ, എല്ലാ കൂട്ടങ്ങളും
നിങ്ങൾക്ക് അറിയാവുന്ന ലിസ്റ്റുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്തോ. ന്യൂ ജനറേഷൻ ചർച്ച് വരെ എല്ലാ കൂട്ടവും ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ആത്മീക അന്ധതയിലായിരിക്കുന്നു എന്ന് പറയുവാൻ എനിക്കൊരു മടിയുമില്ല. കാര്യം ദൈവവചനത്തിൽ നിന്ന് അവർ ഡീവിയേറ്റ് ചെയ്തു പോയിരിക്കുന്നു. അവർ അന്യോന്യം അവരുടെ ഇടയിൽ പറയാറുണ്ട്, ഞങ്ങളാണ് ഏറ്റവും സുപ്രീം, ഞങ്ങളുടേതാണ് ഏറ്റവും കറക്റ്റ് എന്നൊക്കെ. ഇവർ മുഴുവനും കാത്തോലിക് മുതൽ ഇങ്ങേയറ്റത്തെ ന്യൂജൻ ചർച്ച് വരെ കംപ്ലീറ്റ് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഇതിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ആത്മീക അന്ധത, ക്രിസ്ത്യാനിറ്റിയിലെ ആത്മീക അന്ധത എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇത്ര ബോൾഡായിട്ട് വീണ്ടും ക്ലാസ് എടുക്കാൻ കാരണം. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ഈ ആഴ്ചയിൽ അതിന്റെ ഒരു പൂർണ്ണ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും. I know it is difficult to understand and it is difficult to agree and it is difficult to digest. കാര്യം നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട്, ഏകദേശം 2000 വർഷത്തോളമായിട്ട് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളൊക്കെയാണ്. ഇതൊക്കെ തെറ്റാണെന്നും ഇതൊന്നും അല്ല ദൈവിക വിശ്വാസമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ ആയിട്ട് നോഹയുടെ കാലത്തെ ജലപ്രളയം നിങ്ങൾ ഓർക്കുക. 1000 വർഷം കഴിഞ്ഞിട്ടാണ് ജലപ്രളയം ഉണ്ടാകുന്നത്. അവർക്ക് കർത്താവിനെ കണ്ടവർ വരെ ജീവനോട് ഇരിക്കുന്നവരുണ്ട്, ആദമിനെ കണ്ടവർ ജീവനോട് ഇരിക്കുന്നവരുണ്ട്. കാര്യം അവിടെ 10 തലമുറ 8 തലമുറ 1000 വർഷം 900 വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കുക. വായ് മൊഴിയായിട്ട് കൈമാറി തലമുറകൾക്ക് കൊടുത്ത കാര്യങ്ങളിൽ തന്നെ അവർ മാറിപ്പോയിട്ട് ദൈവം ജലപ്രളയം ഉണ്ടാക്കി മുഴുവൻ എണ്ണത്തിനെ കൊന്നുകളയുന്ന രീതിയിൽ അവർ മാറിപ്പോയി. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോ 2000 വർഷമായി ഇതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മളെല്ലാമായിരിക്കും, നിങ്ങളെ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഞാൻ അടങ്ങുന്ന ഈ ക്രിസ്തീയ സമൂഹത്തെ മുഴുവനുമാ പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നത്. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. എനിക്കറിയാം, ഞാനൊരു ഭയങ്കര സമുദ്രത്തിലാണ് ഈ നീന്താൻ ഇറങ്ങിയേക്കുന്നത്. ഒരു ചെറിയ കൊതുമ്പ് വള്ളവുമായിട്ട് ഒരു വലിയ സമുദ്രത്തിലെ ഒഴുക്കിനെതിരായിട്ടാണ് ഞാൻ നീന്തുന്നത് എന്നെനിക്ക് നല്ലതായിട്ട് അറിയാം. ഗേറ്റ് മിനിസ്ട്രിക്ക് നല്ലതായിട്ട് അറിയാം. എന്നിരുന്നാലും യെരിഹോവിനെ തകർത്ത ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സെരുബാബേലിനോട് പറഞ്ഞ ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഞങ്ങളെ നടത്തും എന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ പഴക്കം ആരെയും ഇന്ന് വരെ രക്ഷിച്ചിട്ടില്ല. പാരമ്പര്യത്തിന്റെ പഴക്കത്തിൽ ഒരുത്തർക്കും രക്ഷയില്ല. നിങ്ങൾ എത്ര പാരമ്പര്യത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തെറ്റ് 1000 വർഷം ചെയ്തു എന്ന് പറഞ്ഞിട്ട് 1000 വർഷം കഴിയുമ്പോഴത്തേന് ആ തെറ്റ് ശരിയായിട്ട് മാറത്തില്ല. നമ്മൾ അതുമായിട്ട് അങ്ങ് നോർമലൈസ്ഡ് ആയി പോകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ തെറ്റായിട്ട് തന്നെ തുടരും. അത് ഒരിക്കലും ശരിയാകത്തില്ല. സങ്കീർത്തനം 11:3 പറയുന്നത്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തലകുത്തി മറിഞ്ഞു കിടക്കുക. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടതിന്റെ ശേഷം അതിന്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ അതിനെ കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പിക്ചർ കാണിക്കാം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു പിക്ചർ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ പണി നടക്കുക. ഇതിന്റെ ഫൗണ്ടേഷൻ പൈലിംഗ് ഒക്കെ ചെയ്തിട്ട് അതിനെ ഫുട്ടിംഗ് ഒക്കെ ക്ലിയർ ചെയ്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിന്റെ കോൺക്രീറ്റ് വാളൊക്കെ ചെയ്തിട്ട് അതിന്റെ മേലിലോട്ടാണ് ഈ ബിൽഡിംഗ് പണിതുകൊണ്ട് പോകുന്നത്. ഇതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ പണി നടക്കുക. ഇതിന്റെ ഈ ഫൗണ്ടേഷൻ ഇട്ടേക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. ഈ ഫൗണ്ടേഷനിലാണ് ഈ ബിൽഡിംഗ് നിൽക്കാൻ പോകുന്നത്. കണ്ടില്ലേ? ഒരു ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവിടുന്ന് നമുക്ക് മാറ്റണം, ഇവിടുന്ന് ഇങ്ങോട്ട് അല്പം കൂടെ അല്ലെ ലെഫ്റ്റിലോട്ട് ഒരു ഫ്ലോർ കൂടി ഇങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പണിയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് ഈ ഫൗണ്ടേഷനല്ല. നമ്മുടെ ഇഷ്ടത്തിന് അത്രയും പേര് 28ാമത്തെ നില വരെ പണിത് കഴിഞ്ഞപ്പോഴത്തേന് അതിനെ ഒരു ഫ്ലോർ ഇങ്ങോട്ട് മാറ്റണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാര്യം അവിടെ ഫൗണ്ടേഷൻ ഇല്ല. ഈ ഇട്ടേക്കുന്ന ഫൗണ്ടേഷൻ ഈ ബിൽഡിംഗ് പണിയാനുള്ള ഫൗണ്ടേഷനാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ അവിടം വരെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് മുഴുവൻ തെറ്റാണ്, ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു ഈ ബിൽഡിംഗ് പണിയണ്ടേന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് തകർക്കുക ചെയ്യാൻ പറ്റുന്നത്. അതിനെ കംപ്ലീറ്റ് തകർത്ത് ഇടിച്ച് കളഞ്ഞതിന് ശേഷം പുതുതായിട്ട് പണിയണം. ഞാൻ ഉള്ള ഈ ദേശത്ത് മിഡിൽ ഈസ്റ്റില് ഞാൻ ഒരിക്കൽ കണ്ട ഒരു ഭയങ്കര 48-50 നില ബിൽഡിംഗ് ആണ്. ഒരെണ്ണം പണിത് കഴിഞ്ഞ് മേലെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരല്പം ടിൽറ്റായിപ്പോയി. ഇങ്ങനെ നേരെ നിൽക്കേണ്ടതിന് അതിന്റെ ബേസ്മെന്റിന്റെ പ്രോബ്ലം കാരണമാണ് അല്പം ടിൽറ്റായിപ്പോയി. അത് ബോംബ് വെച്ച് തകർക്കുന്നവർ മുഴുവനും തകർത്ത് നിലം പരിശാക്കി അത് കംപ്ലീറ്റ്. കാര്യം എന്താ വെച്ചാൽ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതിന് അപ്രൂവൽ കിട്ടത്തില്ല, ലൈസൻസ് ഒന്നും കിട്ടത്തില്ല. ഫൗണ്ടേഷൻ ശരിയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ഈ പിക്ചറിന്റെ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന പോലെ ക്രിസ്തീയ വിശ്വാസത്തിനൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്.
ആ ഫൗണ്ടേഷനിലാണ് ഇത് മുഴുവനും കെട്ടിപ്പൊക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറത്താണ് ഈ കെട്ടിപ്പണിതുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കായും യാക്കോബായും ഓർത്തഡോക്സും ലൂതറിനും പ്രെസ്ബിറ്റേറിയനും പെന്തക്കോസും ബ്രദറിനും എല്ലാം ഇതിലാണ് നിൽക്കുന്നത്. ഈ ഫൗണ്ടേഷനിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ പോലെ ഒരാൾ, ഗേറ്റ് മിനിസ്ട്രിയെ പോലെ ഒരാൾ വന്നിട്ട് ഇത് ശരിയല്ല, ഇത് ഈ റൂം ഇവിടെ അല്ലായിരുന്നു വരേണ്ടത്, ഇങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാകെപ്പാടെ നമ്മളെ ചീത്ത വിളിക്കും. ഇവർക്കൊന്നും ഇത് ദഹിക്കത്തില്ല, ഇവർക്കൊന്നും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ആ ഫൗണ്ടേഷനിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഇവിടാണ് എൻ്റെ വിഷയം. ഈ ഫൗണ്ടേഷൻ ഇട്ടത് ആരാ? എന്തിന്റെ ബേസിസിലാണ് ഇവർ ഫൗണ്ടേഷൻ ഇട്ടത്? ഈ ഫൗണ്ടേഷനാണ് ആകെ മൊത്തത്തിൽ തെറ്റിക്കിടക്കുന്നത്. അത് ഒരു മനുഷ്യർ പോലും ഈ ഫൗണ്ടേഷൻ്റെ ഓതന്റിസിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കാര്യം അന്ന് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല, ആ ഒരു സാഹചര്യമല്ല. ഇവരാണ് ഇതിന്റെയൊക്കെ ഫൗണ്ടേഷൻ ഇട്ടതിലെ പ്രധാന ആൾക്കാർ. ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ ഇട്ടതിലെ പ്രധാന ആൾക്കാർ. ഈ നടുക്ക് ഈ കുരിശുമായിട്ട് നിൽക്കുന്ന പുള്ളിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കൊസ്തന്തിനോസ് എന്ന് പറയും. ഇദ്ദേഹമാണ് ഇതിന്റെ ലീഡ്, കോൺസ്റ്റന്റൈൻ. ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് എന്താ അറിയാവുന്നത്? ഇദ്ദേഹം ഒരു റോമൻ പാഗൻ മതവിശ്വാസിയായിരുന്നു. യുദ്ധത്തിന് കുരിശും കൊണ്ടുപോയി ജയിച്ചു എന്നുള്ളത് ശരിയാ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 325 നിക്കിയ വിശ്വാസ പ്രമാണം എഴുതിയുണ്ടാക്കിയ ഗ്രൂപ്പായി നിൽക്കുന്നത്. ഇതിലെ ഇടതും വലതും നിൽക്കുന്ന മീശയുള്ള അപ്പച്ചന്മാര്, അവരാണ് നമ്മുടെ ചർച്ച് ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ പൊളൈൻ റെവലേഷനെ കുറിച്ച് എന്ത് ഗ്രാഹ്യമാവുള്ളൂ? അവരുടെ കയ്യിലിരിക്കുന്ന ആ എഴുത്താണ് അവർ വിശ്വാസ പ്രമാണമായിട്ട് എഴുതി പിടിച്ചേക്കുക. ഈ വിശ്വാസ പ്രമാണത്തിലാണ് ഇന്ന് കാണുന്ന എല്ലാ ക്രിസ്തീയ സഭകളും നിൽക്കുന്നത്. ഇത് അഗസ്റ്റിൻ എന്നും അത്തനേഷ്യസ് എന്നും ക്രിസോസ്റ്റം എന്നും ജസ്റ്റിൻ മാർട്ടിർ എന്നും ജെറോം എന്നും ഒറിജിൻ എന്നും ഒക്കെ പറയുന്ന പൂർവ്വ പിതാക്കന്മാരാ, സഭാ പിതാക്കന്മാരെന്ന് പറയുന്നവരാ. ഇവർക്ക് 12 അപ്പോസ്തലന്മാർക്ക് ഈ വിഷയം അറിയത്തില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് അറിയാൻ പറ്റും? ഇത് പഠിപ്പിക്കാനായിട്ട് ദൈവം വിളിച്ച ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയായി സഭ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. 12 അപ്പോസ്തലന്മാർക്ക് അത് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം 13ാമതായിട്ട് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചതിന് ശേഷം അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിൽ കൃപായുഗത്തിൽ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുക. അതിനെക്കുറിച്ച് ABCD അറിയാത്ത അപ്പച്ചന്മാരാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്, ഈ ഫൗണ്ടേഷൻ ചെയ്തേക്കുന്നത്. നിക്കിയ വിശ്വാസ പ്രമാണത്തിലാണ് ഇന്ന് പൂർണ്ണ ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇവിടേക്ക് ഞാൻ ഒത്തിരി സ്ട്രെസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറും. ഇതാണ് ഇതിന്റെ ബേസിസ്. ക്രിസ്ത്യാനിറ്റി ഇപ്പോഴാണോ ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത്? 2000 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴെങ്കിലും ഇതൊന്ന് മനസ്സിലായല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ തലമുറയ്ക്കെങ്കിലും ഇന്ന് 800 കോടി ഉണ്ട് ഭൂമിയുടെ മേലെ. 800 കോടി. അതിൽ 300 കോടി ക്രിസ്ത്യാനിയാണ്. അതിൽ 299 കോടിക്കും ഈ വിവരം അറിയത്തില്ല. നിങ്ങൾ കുറഞ്ഞത് ഒരു 10,000 പേരുടെ ഒന്ന് പറ. ഒരുത്തന്റെ വില, ഒരാളുടെ വില ഈ ഉലകത്തിന്റെ വിലയെക്കാട്ടിൽ ഭയങ്കരമാണ്. ഒരാത്മാവിന്റെ വില. ഒരാളെ രക്ഷിക്കാൻ, ഈ സത്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, നോഹയുടെ കാലത്തെ പ്രളയം പോലെ തീ ഇറങ്ങി മുഴുവനും നശിപ്പിച്ച് കളയുന്ന രീതിയിലായിരിക്കുക. നമ്മളെന്തോ ഭയങ്കര വിശുദ്ധന്മാരാണ്, നമ്മളെന്തോ പള്ളിയിൽ പോകും, നമ്മൾ പട്ടക്കാരനുണ്ട്, നമുക്ക് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തൃപ്തി അടഞ്ഞിരിക്കുക. ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ്? ഇതാണ് നമ്മുടെ വിഷയം. ഞാനിതിന്റെ പല തലങ്ങളും വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കും. പല തലങ്ങളും നമുക്ക് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നതിനെ ഒന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും വിചാരിക്കും നല്ല മനുഷ്യനായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു, എന്ത് പറ്റിയ തരത്തിൽ ഏതോ ഒരു സർക്യൂട്ട് പോയതാണെന്ന് തോന്നി, ഇപ്പൊ ഇങ്ങനെ പിച്ചും പേയും ഒക്കെ പറയുന്നുണ്ട് എന്നേ ജനം നമ്മളെ കുറിച്ച് പറയത്തുള്ളൂ. കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായിരുന്നു, പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുക എന്ന് പറയും. പണ്ട് ജവഹർലാൽ നെഹ്റു ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം മനോരോഗികളൊക്കെ സന്ദർശിക്കാനായിട്ട് പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി താഴത്തെ ഫ്ലോറിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടതിന് ശേഷം അടുത്ത ഫ്ലോറിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരാളെ കണ്ടു. പുള്ളി വന്നിട്ട് നെഹ്റുവിനോട് ചോദിച്ചു, എന്താ പേരെന്ന് ചോദിച്ചു. നെഹ്റു ഇങ്ങനെ കയറി വരുന്നത്. പുള്ളി ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞു ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, മാറിക്കോളൂ, എനിക്കും ഇതൊക്കെ തന്നെയായിരുന്നു ആരംഭം എന്ന്.
അതായത് ഞാനും നെഹ്റു ഒക്കെ അന്ന് പറഞ്ഞു നടക്കുകയായിരുന്നു തുടക്കത്തില്, സാരമില്ല അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെയാണ് ജനം ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നത്. ഒത്തിരി പേർക്ക് എന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ഞാൻ അവരെ ഓർപ്പിക്കുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇന്നെങ്കിലും ഇതിന് ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളത്. ലെറ്റ്സ് കം ടു ദ സബ്ജക്ട്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ക്രിസ്തീയ സഭ മണവാട്ടിയോ കാന്തയോ കന്യകയോ ഒന്നും അല്ല എന്നൊരു വിഷയത്തിലാണ് നമ്മൾ പറഞ്ഞ് അവസാനമായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണവാട്ടിയും ഈ കാന്തയും ഈ കന്യകയും എല്ലാം ഇസ്രായേല. അവരുടെ വിളിയും അവരുടെ തിരഞ്ഞെടുപ്പും അവരുടെ പദ്ധതിയുമാണ്. അത് 100% അവരുമായിട്ട് അലൈൻഡ് ആയിട്ട് പോകുന്ന കാര്യമാണ്. ദൈവം അവരെ കാന്തയായിട്ടും മണവാട്ടിയായിട്ടും ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുക. ഈ സങ്കീർത്തനങ്ങളിൽ പറയുന്ന അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്നു. താങ്കൾക്ക് വേണ്ടി എഴുതിയതാ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്? താങ്കൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്നു എന്ന്. ഈ ഉത്തമഗീതത്തിലെ പ്രിയന്റെ പ്രിയതമ ശലോമോനെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കുന്ന ഉത്തമഗീതം, ഇത് ഇസ്രായേലിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. 4 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന മണവാളന് വേണ്ടി വിളക്കിൽ എണ്ണയോട് കാത്തിരിക്കുന്ന മണവാട്ടി, ഇതെല്ലാം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അവരാണ് മണവാട്ടി, ഇത് അവരുടെ പദ്ധതിയാണ്. യെരൂശലേം പുത്രിമാരും ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകൾ, സുന്ദരനാം മനോഹര. ഇതൊക്കെ നമ്മൾ പാടി പാടി നമ്മൾ മണവാട്ടിയായി അങ്ങ് മാറിയിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ മണവാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഒരു കോമാളിയായി മാറുക. ഒരു ആത്മീയ രീതിയിൽ പറഞ്ഞാൽ താങ്കൾ ഒരു കോമാളിയായിട്ട് മാറുക. സാത്താൻ നിങ്ങൾ ഈ പാട്ടൊക്കെ പാടി മണവാട്ടിയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ സാത്താൻ ഇല്ല, വാട്സപ്പിൽ ഒരു സ്മൈലി ഉണ്ട്, അതുപോലത്തെ ഒരു സ്മൈലി ഇട്ട് ചിരിക്കുക സാത്താൻ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സെറ്റ് ചെയ്ത ട്രാപ്പ് അത്. ആ ട്രാപ്പിൽ നിങ്ങൾ കറക്റ്റ് വീണിരിക്കുക. എലിപ്പത്തായത്തിനകത്തിൽ എലി വീണ് കിടക്കുന്നത് പോലെ ആ ട്രാപ്പിനകത്തിൽ നിങ്ങൾ വീണിരിക്കുക. അത് കണ്ടവൻ സന്തോഷിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അന്ധമായ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയിരിക്കുക. നമ്മൾ ഇന്ന് മണവാട്ടി സഭയുടെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മ ദൂഷണമാണ് നിങ്ങൾ ആ പറയുന്നത്. നിങ്ങൾ മണവാട്ടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ അത്രയും കടുപ്പിച്ചു പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഉലക സ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമാണ് പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തി ലോകത്തിൽ അത് പ്രസംഗിച്ച് എഴുതിയത് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളെ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇത് പ്രസംഗിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റി ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ സ്വർഗീയ പദ്ധതിയുടെ നിറവേറൽ ഇവിടെ നടന്നിരിക്കുമ്പോൾ നിങ്ങൾ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ മണവാട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. പരിശുദ്ധാത്മാവിന്റെ ആ ദൈവിക പദ്ധതി നിറവേറാൻ കഴിയാതെ നിങ്ങൾ അതിനെതിരെ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. 1-2 വാക്യങ്ങൾ ഞാനൊന്ന് കാണിച്ചോട്ടെ. നിങ്ങൾ പലരും നമ്മളെ പുതുതായിട്ട് ശ്രദ്ധിക്കുന്നവരുമുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്നവർക്ക് ഈ വാക്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ആണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളെ ശ്രദ്ധിക്കുന്ന പുതുതായിട്ട് ഈ വിഷയമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന പലരുമുണ്ട്. അപ്പൊ അവർക്കൂടൊക്കെ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1-2 വാക്യങ്ങൾ കാണിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ? 25-ാമത്തെ വാക്യം ഇവിടെ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്. 1:25 പറയുക, നിങ്ങൾക്ക് വേണ്ടി, അതായത് കൊലോസിയിലെ സഭയ്ക്കും നമുക്കും വേണ്ടി എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പോളിനെ സഭയുടെ ശുശ്രൂഷകനാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാ. ഒരു മർമ്മം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് സഭ എന്ന് പറയുന്നത് എന്ന് പറയുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് കണ്ടില്ലയോ? പോൾ പറയുകയാണ്. പോൾ എഴുതിയതായ എഫേസ്യ ലേഖനം, എഫേസ്യ സഭ പോൾ സ്ഥാപിച്ച സഭയാണ്. അവിടെ പറയുകയാണ്, നിങ്ങൾക്കായിട്ട്, ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ് വിച്ച് ഇസ് ഗിവൺ മീ ടു യുവേർഡ്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച്. മനസ്സിലായോ? അതിന് അടുത്ത വാക്യത്തിൽ കണ്ടു, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു. എങ്ങനെ?
എങ്ങനെ ഈ മർമ്മം അറിയായി വന്നത്? ഹൗ ദാറ്റ് ബൈ റെവലേഷൻ ഹി മെയ്ഡ് നോൺ അൺടു മീ. ഞാൻ ഇത് ദൈവത്തിൽ നിന്ന്, ദൈവം എനിക്ക് തന്ന റെവലേഷനാ, തന്ന വെളിപ്പാട്. ഇത് ഞാൻ എങ്ങൊന്നും കോപ്പി അടിച്ചതോ ആരുടെയും കണ്ടു പഠിച്ചതോ അല്ല. ബൈ റെവലേഷൻ എനിക്കിത് അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് തുടർന്ന് വായിക്കേണ്ടിയ ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും, ഈ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും 12 അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ കാര്യമേ അല്ല ഈ പറയുന്നത്. ഇത് ദൈവം ദൈവസഭയിലാക്കി വെച്ച അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ട്, അവരെ കുറിച്ചായി പറയുന്നത്. ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. അതെങ്ങനെ ആത്മാവിനാൽ വെളിപ്പെട്ടത്? കർത്താവ് 3.5 വർഷം ഇവിടെ അവരെ കൊണ്ടു നടന്നപ്പോൾ ഇതൊന്നും പഠിപ്പിച്ചില്ലായിരുന്നു. ഇത് അങ്ങനെ കർത്താവ് പഠിപ്പിച്ച ഒരു വെളിപ്പാടിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇപ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ വെളിപ്പെടുകയാണ്. പൂർവ്വകാലങ്ങളിൽ അറിയായി വന്നിരുന്നില്ല. 9-ാമത്തെ 8-ാമത്തെ വാക്യം കാണിക്കാൻ, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ ഈ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഈ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായിട്ട് ഈ കൃപ ലഭിച്ചിരിക്കുന്നു. എന്റെ മേലെ പകർന്നിരിക്കുന്ന ഈ കൃപ ഇതിനു വേണ്ടിയിട്ടാണ്. അതായത് അനാദികാലം മുതൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഈ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനായി ദൈവം എൻ്റെ മേലൊരു കൃപ പകർന്നിരിക്കുക. ആ കൃപയിൻ പ്രകാരം ഞാൻ ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുക. അതെവിടെ പറയുന്നു? അത് 1 കൊരിന്ത്യർ 3:10 വായിച്ചാൽ കാണാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെ പറയാണ്, ഇത് കണ്ടില്ലേ, അവിടെ പറയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഇതിന് അടിസ്ഥാനമിട്ടേക്കുന്നത് ഞാൻ, വേറെ ആരും അല്ല. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഇതിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ഞാൻ, അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൻ അൺടു മീ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ഹാവ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ. നിനക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഞാനാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഇട്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. എത്ര ക്ലിയർ ആയിട്ടുള്ളൊരു പദ്ധതിയാണ്. നമ്മളിത് മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ, റോമാലേഖനം 16-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. അവിടെ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് പറയുന്നുണ്ടോ, 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. അവിടെ പറയാണ്, നൗ ടു ഹിം ദാറ്റ് ഈസ് ഓഫ് പവർ ടു എസ്റ്റാബ്ലിഷ് യു, നിങ്ങളെ ആ ക്രിസ്തീയ വചനത്തിൽ ഉറപ്പിക്കാൻ, അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, എന്റെ സുവിശേഷ പ്രകാരവും, ആൻഡ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. മനസ്സിലായോ? മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരണമായിട്ടുള്ള എന്റെ സുവിശേഷം. ആ മർമ്മം അത് മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. And preaching of Jesus Christ according to the revelation of the mystery which was kept secret. ഇത് ഉലകത്തിൽ മറച്ചു വെച്ചിരുന്ന കാര്യമാണ്. Since world began, ഉലക സ്ഥാപനം മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു പദ്ധതിയെ വെളിപ്പെടുത്തി കർത്താവ് എന്നെ അത് പ്രസംഗിക്കാനായിട്ട്, അതിന്റെ ശുശ്രൂഷകനായിട്ട് നിയോഗിച്ച് ഞാൻ ലോകത്തെ അറിയിച്ച് ഈ തിരുവചനത്തിൽ സഭാലേഖനെന്നും ഇടയലേഖനങ്ങളെന്ന് പറഞ്ഞിട്ട് 13 ലേഖനങ്ങൾ എഴുതി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. ഇതിൽ കൂടെ ക്രിസ്ത്യാനിറ്റി വെളിപ്പെട്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതും പിമ്പ് പറഞ്ഞിരിക്കുന്നതും ക്രിസ്ത്യാനിറ്റി അല്ലാതെ യഹൂദിയ പദ്ധതിയാണ്. നമുക്ക് ആ പദ്ധതിയുമായിട്ട് ചേരാൻ കഴിയത്തില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുടെ കാലമായത്. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുത്തർക്കും ഒരു പ്രത്യേകതയുമില്ല. എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു പോയിരുന്നു. കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇവിടെ. അത് കാരണം ഒരു പ്രത്യേകതയും ഇന്ന് യഹൂദനില്ല. നിങ്ങൾ ഇന്ന് യഹൂദന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൂഷണമാണ്, ദൈവദൂഷണമാണ്. നിങ്ങളെക്കാട്ടിൽ ഒരു പ്രത്യേകതയും ഇന്ന് യഹൂദനില്ല. ഇവിടെ യഹൂദനും ജാതിയും ഒരു വേർതിരിവുമില്ല. വചനത്തിൽ ഞാൻ കാണിച്ചു തരാം. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം, 1-ാമത്തെ കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ അധ്യായം, 12-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം കാണിച്ചു തരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം 13-ാം വാക്യം. ഇവിടെ പറയുന്നത് കണ്ടോ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ. ഇവിടെ ഒരുത്തർക്കും ഒരു പ്രത്യേകതയുമില്ല. ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ ഒരു ശരീരത്തിന്റെ കൈയാണെന്നുണ്ടെങ്കിൽ വേറൊരു യഹൂദൻ മറ്റേ കൈയാണ്. ഇവിടെ ഒരു വ്യത്യാസവുമില്ല. ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞുണ്ടോ, ഫോർ ബൈ വൺ സ്പിരിറ്റ് are we all baptized into one body, whether we be Jews or Gentiles, whether we be bond or free, and have been all made to drink into one spirit. ഇവിടെ യഹൂദനൊന്നുമില്ല, ജാതിയൊന്നുമില്ല. ഇന്ന് നാം എല്ലാവരും ഒരുപോലെ.
ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലായിരുന്നു. കാര്യം എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. നീതിമാനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ കാലഘട്ടത്തിൽ നാം കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇവിടെ ഒരു യഹൂദനും ഒരു പ്രത്യേകതയുമില്ല. ഫോർ ബൈ വൺ സ്പിരിറ്റ് ആർ വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻടു വൺ ബോഡി. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ ബാപ്റ്റൈസ് ചെയ്തിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവിക പദ്ധതിയിൽ ദൈവം നമ്മളെ ആക്കി തീർത്തിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ല, ദൈവത്തിന്റെ കരുണയാല. ഒരു വാക്യം അതിന്റെ ബന്ധത്തിലൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ മുന്നോട്ട് മാറാം. തീത്തോസിന്റെ ലേഖനം, തീത്തോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ നോക്കി. അവിടെ പറയുന്നുണ്ടോ, തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള ആ ദയയും കർത്താവിന്റെ ആ മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, നമ്മളോട് കരുണ തോന്നിയപ്പോൾ, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്. ഇവിടെ നമ്മുടെ പ്രവൃത്തിയോ നാം എന്ത് ചെയ്തു എന്നുള്ളതോ അല്ല വിഷയം. കർത്താവിന്റെ കരുണ പ്രകാരമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് തീത്തോസിന്റെ തന്നെ 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം കൊടുത്ത് കാണിക്കാം. തീത്തോസ് 2:11 അവിടെ പറയുന്നുണ്ടോ, സകല മനുഷ്യർക്കും. ഇതിൽ ആരൊക്കെ ഉൾപ്പെടും? ഇതിൽ സകലമാന മനുഷ്യർ ഉൾപ്പെടും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായത്. ഇത് ഒരു വേർതിരിവും ഇവിടെ യഹൂദനൊരു പ്രത്യേകതയും യെരുശലേമിൽ പോയാൽ എന്തെങ്കിലും പ്രത്യേകതയൊന്നും ഒരു പ്രത്യേകതയുമില്ല. ഇന്ന് മാനവരാശിയുടെ രക്ഷ കർത്താവിന്റെ കാൽവറി ക്രൂശിലെ വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലമാണ്. വേറെ ഒരു മാർഗത്തിലും ഇന്ന് രക്ഷയില്ല. അതുകൊണ്ട് അവരെന്തോ മണവാട്ടിയാണ്, അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്, താങ്കളും ആ മണവാട്ടിയുടെ ഭാഗമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആത്മീക അന്ധത എന്നാണ് അതിനെ പറയേണ്ടത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഴങ്കഥകളും പാരമ്പര്യവും ഒക്കെ ഒന്ന് വിട്ടുകളയുക. അതൊക്കെ എവിടുന്ന് വന്ന് അതിനൊന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ അതിന് എത്രമാത്രം ഉറപ്പുണ്ടെന്നുള്ളത്. തിരുവചനമാണ് സത്യം, തിരുവചനം. ഇതിന്റെ ബേസിസിലാണ് താങ്കളെ ന്യായം വിധിക്കാൻ പോകുന്നത്. അപ്പച്ചന്മാർ എന്ത് പഠിപ്പിച്ചോ എന്നുള്ളതിന്റെ ഒരു ചോദ്യവും ദൈവം ചോദിക്കത്തില്ല. വചനത്തിന് അനുസരണമായിട്ട് നമ്മളിപ്പോ വായിച്ചു കേട്ടത് കണ്ടില്ല, അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി ആൻഡ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. ആ വചനപ്രകാരമാണ് ദൈവം നമ്മളെ വിധിക്കുന്നത്. ഹല്ലേലൂയ. നാം നീതിമാന്മാരാണോ ദുഷ്ടന്മാരാണോ എന്ന് നമ്മൾ വിധിക്കപ്പെടുന്നത്. ഞാൻ അത്രയും ആമുഖമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ 3-ാമത്തെ പോയിന്റ് നമ്മുടെ അതായിരുന്നു. നാം ഇന്ന് കാണുന്നത് പോലെ വീണ്ടും ജനനമോ ജലസ്നാനമോ അഥവാ മാമോദീസായോ അല്ലെങ്കിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുക്കുന്ന കർമ്മങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതോ പുതിയ നിയമത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള അപ്പം നുറുക്കലോ. അപ്പം നുറുക്കൽ എന്ന് പറയുമ്പോഴത്തേന് എന്നെ തെറ്റിദ്ധരിക്കല്ല, നമ്മൾ വളരെ വളരെ സമർപ്പണത്തോടെ വളരെ ആദരവോട് ചെയ്യുന്ന ശുശ്രൂഷയാണ് കർത്താവിന്റെ തിരുമേശ എന്ന് പറയുന്നത്. ഞാൻ അപ്പം നുറുക്കൽ എന്ന് പറയുന്നുണ്ട്, ഇനി ഇവർക്ക് അപ്പം നുറുക്കലൊന്നും ഇല്ലാത്തവരാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച കളയല്ല. ഇവിടെ മറ്റുള്ള സഭകളെല്ലാം അപ്പം നുറുക്കുന്നത് പുതിയ നിയമത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള അപ്പം നുറുക്കല. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ഇതൊന്നുമല്ല ഇന്ന് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ശരിയാണ് യഹൂദനോടുള്ള ബന്ധത്തിൽ. വീണ്ടും ജനനം താങ്കളുടെ അടിസ്ഥാന ഉപദേശമല്ല. ജലസ്നാനം ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശമായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവദൂഷണമാണ്. കർത്താവിന്റെ ക്രൂശിനെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കർത്താവിന്റെ ക്രൂശ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുമ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പാപമോചനത്തിനായി നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണ്. പരിശുദ്ധാത്മ പ്രാപണത്തിനായിട്ട് കാത്തിരുന്ന് നിങ്ങൾ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് കൂട്ടി ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന അടുത്ത ദൂഷണമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ നിങ്ങൾ വിശ്വസിക്കും. 1, 2, 3, 4 ഞാനിപ്പോ പറഞ്ഞു. ഓരോന്ന് ഈ ഒരു ബട്ടൺ ഇട്ടത് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വരെയുള്ള എല്ലാ ബട്ടണും തെറ്റിയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും ഷർട്ട് എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനം മുഴുവൻ മറിഞ്ഞു പോയിരിക്കുക. എന്താണ്, ഏത് അടിസ്ഥാനത്തിലായിരുന്നു സഭ പണിയേണ്ടതെന്ന് അറിയാൻ വയ്യാതെ പോയവർ അടിസ്ഥാനം ഇട്ടത് കാരണം കംപ്ലീറ്റ് ബിൽഡിങ്ങും തെറ്റിപ്പോയേക്കുക. ഇനി ഇതിനെ ഡൈനാമിറ്റ് വെച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് പുതിയത് പണിയണം. ആ പണിയാൻ
ആത്മീക ധൈര്യമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സത്യമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ എല്ലാവരും ഇത് പൊടിച്ചു കളയും. പ്രസ്ഥാനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് താല ഇടേണ്ടതായിട്ട് വരും. കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന നാളിൽ ഒരുത്തർ പോലും ഇവിടുന്ന് പോകത്തില്ല. ആ ആത്മഭാരം കൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ വിഷയം, എനിക്കറിയാം ഒത്തിരി പേർക്ക് ഒരു പക്ഷത്തുണ്ടെങ്കിൽ ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരിക്കും. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരിക്കലെങ്കിലും ഇതൊന്ന് പറഞ്ഞിരിക്കണം, നിങ്ങളുടെ ചെവിയിൽ ഇതൊന്ന് എത്തിയിരിക്കണം. നാളെ കേട്ടില്ല കണ്ടില്ല എന്ന് പറയാനിടയാവില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. രക്ഷയ്ക്കപ്പെടാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലോകത്തിലെ വിഷയങ്ങളൊന്ന് വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ നിത്യത എന്നുള്ളത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും നിത്യതയിലേക്ക് കടക്കും, അത് നിത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇത് സത്യവേദപുസ്തകമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഹൈ ടൈം ടു കറക്റ്റ് യുവർ സെൽഫ്. വീണ്ടും ജനനം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ യഹൂദനോട് പറഞ്ഞതാ വീണ്ടും ജനനം. അവൻ മടങ്ങി വരണം, അവൻ യഥാസ്ഥാനപ്പെടണം, അവൻ വീണ്ടും ജനനം പ്രാപിക്കണം. യോവേൽ പ്രവാചകനൊക്കെ പറയുക, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, അവർക്ക് വസ്ത്രം കീറുന്ന ഒരു രീതി അവരുടെ ഉണ്ട്. എന്തെങ്കിലും ദൈവദൂഷണം കേട്ട് കഴിഞ്ഞാൽ വസ്ത്രം വലിച്ചു കീറും. മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുമ്പോഴത്തേനും മഹാപുരോഹിതന് വസ്ത്രം വലിച്ചു കീറുന്ന കണ്ടു. ഇത് അവരുടെ ഒരു കസ്റ്റമാണ്. പലരും പൗലോസും ബർന്നബാസും കൂടെയൊക്കെ ലൂസ്ത്രായില് നിൽക്കുമ്പോൾ അവര് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൂജിക്കാനായിട്ട് വരുമ്പോഴത്തേനും അവർ വസ്ത്രം കീറിക്കൊണ്ട് ജനത്തിനിടയിലോട്ട് ചെല്ലുന്നത് കാണുന്നുണ്ടല്ലോ. ഇത് അവരുടെ ഒരു കസ്റ്റമാണ്. യോവേൽ പ്രവാചകൻ അതാ പറയുന്നത്, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ വാസ്തവമായിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, പച്ചപ്പുഴുവും തുള്ളനും വീട്ടിലും വെട്ടുകിളിയും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങളുണ്ട്. അനേക വർഷങ്ങളായിട്ട് വെട്ടുകിളിയും വീട്ടിലും, വെട്ടുകിളി തിന്നതിനെ ശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴു തിന്നു, പച്ചപ്പുഴു ശേഷിപ്പിച്ചതിനെ വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചതിനെ തുള്ളൻ തിന്നു. ഇങ്ങനെ നശിച്ചു പോയ അനേക സംവത്സരങ്ങൾ നിങ്ങൾക്കുണ്ട്. ഞാൻ അതിനെല്ലാം ചേർത്ത് പകരം തരാമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ വെട്ടുകിളിയും വീട്ടിലും പച്ചപ്പുഴുവും തുള്ളനും ഒക്കെ തിന്നു കളഞ്ഞ് നമ്മൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുക. വാസ്തവമായിട്ട് നിങ്ങൾ മടങ്ങി വരുന്നുവെങ്കിൽ ഞാനത് നിങ്ങൾക്ക് മടക്കി തരാം, നിങ്ങൾക്ക് പകരം തരാമെന്ന് പറഞ്ഞ കർത്താവിനെയാണ് നമ്മളും സേവിക്കുന്നത്. ഇവിടെ ഇവരോട് മടങ്ങി വരാൻ പറയുക. യോവേൽ പ്രവാചകൻ എന്നല്ല, ഈ 17 പ്രവാചകന്മാരെയും അയച്ചത് ഇത് പ്രസംഗിക്കാനായിട്ടാണ്. നിങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ അത് നിങ്ങൾക്ക് തരാൻ വിശ്വസ്തനാണ്. നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, നിങ്ങൾ അന്യ ദൈവ ആരാധനയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു, നിങ്ങൾ മടങ്ങി വരാൻ പറയും. അതാണ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചന പുസ്തകത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്. അതാണ് എല്ലാ പ്രവചനവും നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് ഈ 4 പോയിന്റാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. ഞാൻ അതിനെ വിവരിക്കാം. അടുത്തത്, രണ്ടാമത് ജലസ്നാനം. ഇത് അടിസ്ഥാന ഉപദേശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് പരിശുദ്ധാത്മ ദൂഷണമാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പലരും ചോദിക്കാറുണ്ട്, ഞാൻ സ്നാനപ്പെട്ടു പോയി അപ്പൊ എനിക്ക് സ്വർഗം നഷ്ടമായി പോ. ഒരിക്കലുമില്ല. ഞാൻ 2 പ്രാവശ്യം സ്നാനപ്പെട്ട ആളാണ്. നമുക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായത്. നമ്മൾ ആ സത്യത്തിലേക്ക് അടുത്തു വരിക. വന്നുപോയ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവിക പദ്ധതിയാണ് കർത്താവിന്റെ രക്തം. ആ രക്തത്തിന് ഒരു പാപവും ബാക്കി നിൽക്കത്തില്ല. നിങ്ങളെ മഞ്ഞു പോലെ വെളുപ്പിക്കും. നിങ്ങൾ ശുദ്ധരായി തരിക ആ കർത്താവിന്റെ രക്തത്തിലേക്ക് നിങ്ങൾ അടുത്തു വന്നു കഴിയുമ്പോൾ. ജലസ്നാനത്തിന് ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുമില്ല. ഒരു അറിയാതെ പോയി ഈ അടിസ്ഥാനം തെറ്റായി ഇട്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് വന്നു പോയേക്കുന്ന ഒരു ആചാരമാണ്. അത് തൊടാൻ പറ്റത്തില്ല, അതുപോലെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വച്ചിരിക്കുക. കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം പിന്നെ ഇവിടെ പാപമോചനത്തിനായിട്ട് ഒരു കുഞ്ഞാടിനെ അറക്കുവോ ഒരു കാളക്കിടാവിനെ യാഗം കഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പാപ പരിഹാരത്തിനായിട്ട് കർത്താവ് ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടിരിക്കുക. കർത്താവിന്റെ കാൽവറി യാഗം നടന്നിരിക്കുക. അതിനുശേഷം പിന്നെ ഒരു കാളക്കിടാവിനെ ഒരു ആട്ടുകൊറ്റനെ ഇവിടെ അർപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ കാളക്കിടാവിനെ ആട്ടുകൊറ്റനെയൊക്കെ അർപ്പിക്കാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ക്രൂശ് വെളിപ്പെടുന്നത് വരെയുള്ള ഒരു ഇന്റർവ്യൂ പീരീഡ് ഉണ്ട്. ആ കാലഘട്ടത്തിലാണ് ജലസ്നാനം പാപത്തിന്റെ പരിഹാരമായിട്ട് വന്നത്. ഈ മൃഗങ്ങളുടെയൊക്കെ യാഗം നടന്നതുപോലെ തന്നെ പാപ പരിഹാരത്തിനായിട്ട് തന്നെ കൊടുത്തിരുന്ന ഒരു ശുശ്രൂഷയാ ജലസ്നാനം എന്ന് പറയുന്നത്.
കർത്താവ് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ കൂടാരത്തിൽ ഉൾപ്പെടാത്തതായി ഒരു 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 കൂടാരത്തിൽ കൂടി കടന്നിട്ട് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, തന്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് വരുത്തിയിരിക്കുക. അതായത് കർത്താവിന്റെ കാൽവറി യാഗത്തിൽ കർത്താവിന്റെ ആ രക്തവുമായിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് മഹാപുരോഹിതനായിട്ട് ഒരു കൂടാരത്തിൽ കൂടി കാളക്കുട്ടയുടെ ആട്ടുകൊറ്റന്റെ രക്തത്താൽ അല്ല, തന്റെ സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. ഇവിടെ പിന്നെ ഒരു യാഗത്തിന്റെയും ആവശ്യം പിന്നില്ല. നിങ്ങൾ ഇന്നൊരു യാഗം നടത്തുന്നു, പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലേവ്യ പുസ്തകത്തിൽ യാഗം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നൊരു യാഗം കഴിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ആ കാൽവറി യാഗത്തെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അന്ന് ആ യാഗം കൊടുത്തിരുന്നത് പോലെ തന്നെ പാപമോചനത്തിനായിട്ട് ദൈവം ആ ഇന്റർവ്യൂ പീരീഡിൽ കൊടുത്തിരുന്ന ഒരു വ്യവസ്ഥയാണ് ജലസ്നാനം എന്ന് പറയുന്നത്. അതാ പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്, പെന്തക്കോസ്ത് നാളിൽ നിന്ന് അവരോട് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. അത് ക്ലിയർ അല്ലേ? അത് മനസ്സിലാകുന്നില്ലേ? ഇറ്റ് ഈസ് ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്. പാപങ്ങളുടെ മോചനത്തിനായിട്ട് കൊടുത്തിരുന്ന ഒരു ശുശ്രൂഷ. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതാ ഇന്റർവ്യൂ പീരീഡിൽ അവരോട് പറഞ്ഞിരുന്ന കാര്യമാണ്. ഈ യാഗം കഴിച്ചിരുന്ന പോലെ തന്നെ, മൃഗങ്ങളുടെ യാഗം കഴിച്ചിരുന്ന പോലെ തന്നെ അവർക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ഈ സ്നാനം എന്ന് പറയുന്നത്. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ഞാൻ അതിനെല്ലാം വിവരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഹെഡിങ് മാത്രം പറഞ്ഞു പോവുക. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മ പ്രാപണം. ഇത് യഹൂദന് ലഭിക്കുമെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സംഗതി ഉണ്ട്, പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാവുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. അത് പക്ഷേ രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും, ഈ 3 കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. കാര്യം അതും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഷോർട്ട് പീരീഡിലേക്ക് പരിശുദ്ധാത്മാവിനെ അവരുടെ മേലെ അയച്ചിരുന്നു. നമുക്കറിയാം. അത് കഴിയുമ്പോഴത്തേന് പരിശുദ്ധാത്മാവിനെ തിരികെ എടുക്കും. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് തിരികെ എടുക്കരുതേ എന്നൊക്കെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അവർ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി വന്നിരുന്നു. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ ഒരു ആത്മാവിനെ ലഭിക്കുമെന്നുള്ളത് അവർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അതൊക്കെ അവരോട് പ്രവചിച്ചിരുന്ന കാര്യങ്ങളാണ്. അത് വരുമ്പോഴത്തേന് അതിന്റെ റെഫറൻസുകൾ എടുത്ത് കാണിക്കാം. ഇതാണ് ഇതെല്ലാം അവരോട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും പദ്ധതിയും വേറെ. ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തതായിട്ട് അപ്പം നുറുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ അവർക്ക് കൊടുത്തിരുന്ന ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ നിയമമുണ്ട്. അത് 10 കൽപ്പനയും 613 സബ് ക്ലോസസും ഒക്കെ അടങ്ങുന്ന നിയമാവലികളും ഒക്കെ ചേർന്നൊരു വലിയ കൽപ്പനയാണ്. നിയമാവലികളും ഒക്കെ ചേർന്നൊരു വലിയ പ്രമാണമാണ്. ആ പ്രമാണം ഫോളോ ചെയ്താണ് അവർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം ആ പ്രമാണമൊന്നും രക്ഷയ്ക്ക് ഉതകുന്നതായിരുന്നില്ല. ആ പ്രമാണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിലേക്ക് നടത്തുവാനായി ഒരു ശിശുപാലകനെ പോലെ ആയിരുന്നു. അവരവരുടെ തെറ്റ്, അവരുടെ പാപം എത്രയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു തെർമോമീറ്ററിന്റെ റോൾ ആയിരുന്നു. നമ്മൾ റോമാലേഖനത്തിൽ അതൊക്കെ പഠിച്ചതാണ്. ഒരു തെർമോമീറ്റർ നമ്മൾ പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് വായി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനി മാറത്തില്ല. നമുക്ക് എത്ര ഡിഗ്രി പനി ഉണ്ടെന്ന് കാണാൻ പറ്റും. ആ റോളായിരുന്നു ഈ ന്യായ പ്രമാണത്തിന്. ആ ഒരു നിയമങ്ങളും നിയമാവലികളുമല്ല, എന്നാൽ കർത്താവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമം ദൈവം അവർക്ക് കൊടുക്കുക. അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അത് അവർ പ്രാക്ടീസ് ചെയ്യണം. അതാ കർത്താവ് പെസഹ നാളിൽ പറയുന്നത്, ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. ആ രക്തം അവർക്ക് വീഞ്ഞുകളെ കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നത്, അവൻ പാനപാത്രം എടുത്തു, പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്കായുള്ള എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞ് അവർക്ക് കൈമാറുക. അതിന്റെ ഓർമ്മയ്ക്കായി, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ അത് ചെയ്യുന്നത്. നാം ഇന്ന് ചെയ്യുന്നത് പോലെയല്ല ലോർഡ് സപ്പർ. നമ്മൾ ലോർഡ് സപ്പർ ഫോളോ ചെയ്യുന്നതിന്റെ പർപ്പസും യഹൂദനോട് ദൈവം പറഞ്ഞതിന്റെ പർപ്പസും രണ്ടാണ്. അവർ പന്തിരുവര് ഫോളോ ചെയ്തതുകൊണ്ടോ അവരോട് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ല ശരിക്കും ക്രിസ്ത്യാനിയായ നാം ഇന്ന് ആ ലോർഡ് സപ്പർ ഫോളോ ചെയ്യുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അതിലേക്ക് വരുമ്പോൾ. ഈ 4 കാര്യങ്ങളെ ടച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. എത്രമാത്രം എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. വീണ്ടും ജനനം, അതിലോട്ട് മടങ്ങി വരികയാണ്. വീണ്ടും ജനനം, ബോൺ അഗെയിൻ. ഇത് ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഉപദേശമാണോ? വിശ്വാസി സമൂഹം എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അവരുടെ ഒരു ഐഡിയ ആണ് ഈ ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. അവർ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ഈ ബോൺ അഗെയിൻ എന്നൊരു വിശ്വാസം. ക്രിസ്തീയ മാർഗത്തിൽ കൊണ്ടുവന്നപ്പോൾ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയും രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനിയും എന്നൊരു വേർതിരിവ്
ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു കൂടുവാനായിട്ടിടയായി. അവരുടെ ഇടയിൽ തന്നെ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ആൻഡ് ബോൺ അഗെയിൻ അല്ലാത്ത ക്രിസ്ത്യൻ, അതായത് നല്ല ക്രിസ്ത്യാനിയും കെട്ട ക്രിസ്ത്യാനിയും എന്നുള്ള രീതിയിൽ ഒരു വലിയ വേർതിരിവ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടിടയായി. ഈ ബോൺ അഗെയിൻകാര് കൂട്ടര് അവരെ തന്നെ കാണുന്നത് വേറൊരു കാറ്റഗറി ആയിട്ട്, അവരൊരു വേറൊരു ലീഗായിട്ടാണ് അവരെ കാണുന്നത്. കാരണം അവരെന്തോ ഒരു സ്പെഷ്യൽ അനുഭവത്തിലേക്ക് കടന്നു എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടായേക്കാണ്. അവർ ക്രിസ്ത്യാനികളിൽ എന്തോ ഒരു പ്രീമിയം ഗ്രൂപ്പാണ്, എന്തോ ഒരു പ്രത്യേകത അവരിൽ വന്നിരിക്കുന്നു, അങ്ങനെ ഒരു ബോൺ അഗെയിൻ അവരിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അവരെ തന്നെ അവർ കാണുന്ന ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പായിട്ടാണ്. അവിടെ രണ്ട് വേർതിരിവ് അതിൽ വന്നിരിക്കുക. ഈ ബോൺ അഗെയിൻ എന്നൊക്കെ പറയുന്നെങ്കിലും ഈ കൂട്ടർക്ക് ആക്ച്വലി കാൽവറിയെ കുറിച്ചോ കർത്താവിന്റെ കൃപയാൽ വിശ്വാസം മൂലമുള്ള നീതീകരണം അതെന്താണെന്നോ, ക്രൂസിലൂടെ ഒഴുകിയ രക്തത്തിന്റെ മഹത്വം അതെന്താണെന്നോ ഒന്നും വലിയ ഗ്രാഹ്യം ആ വിഷയത്തിലില്ല. ആകെ മൊത്തം അവർക്കറിയാവുന്ന ആഘോഷവും ആനന്ദവും അന്യഭാഷയും ആകെ ബഹളമാണ്. വീണ്ടും ജനനം പ്രാപിക്കണം, പിന്നെ ജലസ്നാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തിൽ ചേർത്ത് ഭയങ്കര ആഘോഷം, അവരെന്തോ പ്രത്യേകമായിട്ട് ബോൺ അഗെയിൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര സെലിബ്രേഷൻ. എന്നാൽ സുബോധത്തോട്, തലയ്ക്ക് വെളിവോട് ഈ ബൈബിൾ വായിക്കുകയും ഒരു ഓർഗനൈസേഷനും തല വെച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു സാമാന്യ മനുഷ്യനും മനസ്സിലാകും ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമല്ല, മറിച്ച് അത് യഹൂദീയ വിശ്വാസമാണ്. യഹൂദനോടാണ് ഈ ബോൺ അഗെയിൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബോൺ അഗെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ജോക്കറായിട്ട് മാറുക, താങ്കളൊരു ജോക്കറായിട്ട് മാറുക. യഹൂദൻ ദൈവജനമാണ്. ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഇസ്രായേൽ അവന്റെ ആദ്യജാതനാണ്. അപ്പൊ പലരും ചോദിക്കാം, യഹൂദന് മാത്രമേ ഉള്ളൂ, യഹൂദനോട് ദൈവത്തിന് എന്താ അത്ര വലിയൊരു പ്രത്യേകത, നമ്മളെന്താ രണ്ടാം കെട്ടിലെയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് യഹൂദനെ മാത്രം ഒരു പന്തിയിൽ ഒരു പക്ഷാഭേദം കാണിക്കുന്നത്. എന്താണ്, നമ്മൾ അതിലുള്ളവരല്ലേ എന്നൊക്കെ. നമ്മൾ അതിലുള്ളവരായിരുന്നു. ദൈവം നോഹയുടെ കാലം ആദ്യത്തെ 1000 വർഷമാണ്. ജനം അകന്നു പോയിട്ട് ദൈവത്തെ അറിയാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയി, ഒരുത്തൻ പോലും ഇല്ലാതെ വന്നിട്ട് ദൈവത്തിന് അത് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ലെവലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ജലപ്രളയം ഉണ്ടായി മുഴുവനെയും വൈപ്പ് ഓഫ് ചെയ്യുന്നത്. അതിൽ നിന്ന് 8 പേരെ ആ ബോട്ടിൽ കൂടെ വെളിയിൽ കൊണ്ടുവരിക. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പുതിയ ജനറേഷൻ ആരംഭിക്കുക. എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്, വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പുതിയ ജനറേഷൻ ആരംഭിക്കുക. 4 ഫാമിലി, നോഹയും കുടുംബവും, 3 മക്കളും, ഷാംഹയും യാഫേത്ത് അവരുടെ കുടുംബവുമായിട്ട്. 3ാമത്തെ തലമുറയാകുന്നതിന് മുമ്പ് തന്നെ അവർ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. നിമ്രോദിന്റെ കാലത്ത് ദൈവത്തിനെതിരായിട്ട് ആരാധന തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അന്നൊരു ഭയങ്കര മേജർ ഗ്രൂപ്പ് നിമ്രോദിനെയും നിമ്രോദിന്റെ ഭാര്യ സെമിറാമീസിനെയും തമ്മൂസിനെയും ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്നുള്ളത് 1ാമത്തെ കൽപ്പനയാണ് ദൈവം പിന്നെ കൊടുക്കുന്നത്. ആദ്യം മുതൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തോട് ദൈവം, നീതിമാനായ ദൈവം നീതി കെട്ടവർക്ക് വേണ്ടി ഓരോ ദിവസവും അവരെ ദൈവത്തോട് അടുപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. ഇന്നത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാം അറിവും ബുദ്ധിയും ജ്ഞാനവും ഉള്ളവരാണല്ലോ. ഈ സംഗതി എഴുതി കൈ തന്നിട്ട് എത്ര പേർക്ക് ദൈവിക പദ്ധതി മനസ്സിലായിട്ടുണ്ട്? പണ്ടത്തെ കാര്യം വീട്ടുകാർ അറിവില്ലായ്മയാണെന്ന് പറയാം. ഇന്ന് എല്ലാവർക്കും അറിവുണ്ട്, AI വരെ ഉണ്ട്. AI ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത്രയ്ക്ക് ഡെവലപ്പ് ആയിരിക്കുന്നിടത്ത് 100% ക്രിസ്ത്യാനിയിൽ 99.9% ഇത് മനസ്സിലായിട്ടില്ല. ദൈവത്തെ അറിയാൻ ആഗ്രഹമില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. അവര് ഇസ്രായേലിനോട് ദൈവത്തിന് പ്രത്യേക താല്പര്യമല്ല, ദൈവത്തിന്റെ സ്വർഗീയ പദ്ധതി ഇതെല്ലാം എൻഡ് ടു എൻഡ് അറിയാവുന്ന ദൈവമാണ്. അപ്പൊ ദൈവം അത് അന്യായമല്ലേ കാണിച്ചത്, നമ്മളെ വിട്ട് കളഞ്ഞിട്ട് അവരെ എടുത്തില്ല എന്നൊക്കെ ചോദിക്കും. ദൈവം ഒരുത്തരെ പോലും നഷ്ടപ്പെട്ടു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. 99 വിട്ട് കളഞ്ഞിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി നടക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളിൽ ഒരാൾ ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. ദൈവത്തിന് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് മമത ഉണ്ടായിട്ടല്ല. കംപ്ലീറ്റ് പേരും തെറ്റിപ്പോയിരിക്കുക. അവിടെ നിന്ന് ദൈവം അബ്രഹാമിന്, ഓരോ മനുഷ്യനെ ദൈവത്തിന് വേണ്ടി നിൽക്കുക, ആ അബ്രഹാമിനെ വിളിക്കുക. അബ്രഹാമിൽ കൂടി ദൈവത്തിന്റെ സ്വർഗീയ പദ്ധതി അബ്രഹാമിൽ കൂടി റോൾഡ് ഔട്ട് ആവുകയാണ്. ഇതൊന്നും ദൈവം ചെയ്തതല്ല, ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിൽ അങ്ങനെ നടക്കുമെന്നുള്ളത് ദൈവത്തിന് അറിയാമെന്നുള്ളത് ഒരു സത്യമാണ്.
ഇതിങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ദൈവത്തിന് അറിയാം. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഫ്രീ വില്ലിന് വിട്ടിരിക്കുക. ആദം ആ പഴം തിന്നുമെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ ദൈവം അത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ വളരെ ബേസിക് ചിന്തകളായതുകൊണ്ട് ഞാൻ അധികം അവിടെ നിൽക്കുന്നില്ല. ഈ യഹൂദനെ ദൈവം തെരഞ്ഞെടുത്തതും ദൈവത്തിന്റെ ജനമാക്കി തീർത്തിരിക്കുക. അവര് ദൈവത്തിന്റെ ജനമാണ്. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. ആവർത്തന പുസ്തകം ഞാൻ ഇതൊന്ന് മാറ്റിക്കോട്ടെ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഇതാരോട് പറയാം? ആവർത്തന പുസ്തകം മോശ എഴുതി യഹൂദന് കൈ കൊടുത്തിരിക്കുക. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കും നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് താങ്കൾ ഇതിൽ പെടുന്നതാണ്. ഈ ഭൂതലത്തിലുള്ള സകല ജാതികളിലും പെടുന്നതാണ്. അതിൽ നിന്ന് ദൈവം യഹൂദനെ വേർതിരിച്ചിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണം ഇവിടെ നടക്കുക. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത സന്തതി പരമ്പരയാണ് അവരെ അവിടെ നിന്ന് ദൈവം വിളിച്ചോണ്ട് വരിക. ഇവിടെ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായന്റെ 3 മുതലുള്ള ചില വാക്യങ്ങളോടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയാണ് മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. ദൈവം വിളിച്ചോണ്ട് വരിക ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന്, മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് അവരുടെ വാഗ്ദത്ത ദേശം കൊടുക്കാൻ മോശയുടെ നേതൃത്വത്തിൽ അവരെ കൈക്ക് പിടിച്ചിറക്കിക്കൊണ്ട് വരിക. അവരെ കാടപ്പക്ഷിയും മന്നായും കൊടുത്ത് നടത്തുക. അവരുടെ മുന്നിൽ ചെങ്കടൽ വിഭജിക്കപ്പെടുക. അവരെ ദൈവം നടത്തുക. യെരിഹോ ദൈവം തകർക്കുക. ദൈവമാണ് അവരുടെ സേനാനായകൻ. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്ന് യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗ്രഹത്തോട്, ഇതാണ് യഹൂദൻ, യാക്കോബ് ഗ്രഹം പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ ഇതൊന്നും താങ്കളോട് പറഞ്ഞതല്ല. വളരെ സ്പെസിഫിക് ആയിട്ട് അവരോട് പറഞ്ഞ, താങ്കളിൽ നിന്ന് അവരെ വേർതിരിച്ചിരിക്കുക. താങ്കൾ അവരോട് ചേരാതിരിക്കാൻ ദൈവം ഇതിനിടയിലൂടെ ഒരു മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ കെട്ടിയിരിക്കുക. വേർപാടിന് നടിച്ചുവർ കെട്ടി മറച്ചിരിക്കുക. അവരുടെ നായ്കൾ പോലും ഇടകലരാൻ ഇടയാകരുതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ മറച്ചിരിക്കുക. ഒരു മൃഗങ്ങൾ പോലും ഇടകലരത്തില്ല. അത്രയ്ക്ക് വേർതിരിവായി ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്, ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. ദൈവത്തിന്റെ ഒരു മുഖപക്ഷമല്ല ഇത്. ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ പറയുന്നുണ്ടോ, ഞാൻ മിസ്രൈമരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. ഞാൻ നിങ്ങളെ എങ്ങനെ കൊണ്ടുവന്നെന്നുള്ളത് കണ്ടോ? ചെങ്കടലൊക്കെ കീറി മാറുന്നത് കണ്ടോ? തുറന്നു മാറുന്നത്. മന്നായും കാടപ്പക്ഷിയും തിന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പല്ലിനിടയിൽ ഇറച്ചിയിരിക്കുക. പക്ഷെ എന്നാലും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, വെള്ളം കൂടെ കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? ദൈവം നമുക്ക് അതുകൂടെ തരുമോ എന്ന്. കാര്യം നിങ്ങൾ ഒട്ടും വിശ്വസ്തതയുള്ളവരല്ല, വിശ്വാസവുമില്ല. ദൈവം ഇതെല്ലാം തന്നിട്ടും ഇവിടെ എന്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. വല്ല പിടികിട്ടുന്നുണ്ടോ ഇതെന്തായി പറയുന്നതെന്ന്? യു വിൽ ബി എ പെക്യുലിയർ ട്രഷർ ഫോർ മീ എന്ന് പറയുക. അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവജനം അവര്. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഇത് ഒരു പുസ്തകത്തിലോ 2 പുസ്തകത്തിലോ ഒന്നുമല്ല, ഈ പഴയ നിയമം മുഴുവനും ഇതാ പറഞ്ഞിരിക്കുന്നത്. ആ പഴയ നിയമം എന്ന് പറയുന്നതാണ് അവരുടെ തനാക്ക് എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗം കാണിക്കാം. 135-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം കാണിക്കാം. 135. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വീണ്ടും ജനനം നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇവിടെ ഇത് കണ്ടില്ലോ, 135:4. അത് കണ്ടോ? യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ? ദൈവം തെരഞ്ഞെടുത്തിരിക്കുക അവരെ. നിങ്ങളെ ഒന്നും തെരഞ്ഞെടുത്തിട്ടില്ല. ഇങ്ങനെ റോമാലേഖനത്തിൽ നിന്ന് പൗലോസിന്റെ ലേഖനത്തിൽ കൂടെ ഒരു വാക്യം കാണിച്ച റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളോട് കാണിക്കാം. അവിടെ പറയാ, കണ്ടോ? അവർ ഇസ്രായേലിയർ. ആര്? ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടിയിരിക്കുന്ന ഇസ്രായേലിനാ, താങ്കൾക്കല്ലെന്ന് പറയുക. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഇതെങ്ങനെ താങ്കൾ പിന്നെ ക്ലെയിം ചെയ്യുന്നത് നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട്? ഇത് അവർക്കുള്ളതാ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ സീരിയസ്നെസ് എന്താ? ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സീരിയസ്നെസ് എന്താന്ന് മനസ്സിലാകുന്നുണ്ടോ? യഹൂദൻ ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. എന്നാൽ ജാതികൾ ശപിക്കപ്പെട്ടവരായിരുന്നു, അവരറക്കപ്പെട്ടവർ. അവരോട് ഇടകലരരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അവരുടെ ആ ദേശത്ത് കടക്കരുത്. അതുകൊണ്ട് അവർ വെള്ളം പോലും മേടിച്ച് കുടിക്കത്തില്ല, ആ റോഡിൽ കൂടെ പോലും നടക്കത്തില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാ. ഇതുകൊണ്ട് ആ ദൈവം അവർക്ക് പരിച്ഛേദന എന്നൊരു നിയമം കൽപ്പിച്ചാക്കിയത് നമ്മളിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ കെട്ടി മറയ്ക്കുന്നത് അത് കാരണം താങ്കൾ അങ്ങോട്ട് ഇടകലരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ താങ്കളും നമ്മളും എല്ലാം ഒന്നായിരുന്നു, പണ്ട് ഈ പഴയ നിയമം തന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പമെങ്കിലും ആത്മീക ഉത്തരവാദിത്വം വേണം. ഒരല്പമെങ്കിലും ആത്മീക ഉത്തരവാദിത്വം. എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്, ചില ആത്മീക നേതാക്കന്മാരുണ്ട്, നമുക്കെതിരെ കമന്റുകളൊക്കെ പറയുന്ന കുറെ പേരുണ്ട്. അവർക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പം കഠിനമായ ഭാഷയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോട് നീരസം തോന്നരുത്. നമ്മൾ അന്ന് ഉണ്ടായിരുന്നത്, നമ്മളെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചിട്ട്, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പെട്ടെന്നൊന്ന് കാണിക്കുക. ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടില്ലേ? എക്കാലത്താ ഞാൻ ഈ പറയുന്ന കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും, യേശു ക്രിസ്തു ആരാന്നോ ക്രിസ്തു വരുമെന്നോ ക്രിസ്തു എന്താണെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അവർക്ക് ഉൽപ്പത്തി മുതൽ അവരോട് പറഞ്ഞിരിക്കുന്ന വിഷയമാണ് ഇത്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരാണ്. 2, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ്. യു ഹാവ് ആബ്സല്യൂട്ട്ലി നോ കണക്ഷൻ വിത്ത് ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ. എങ്ങനെയാണ് നിങ്ങളുടേതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് എനിക്ക് അറിയത്തില്ല. 3, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരാ. അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം, അതിന് താങ്കൾ അന്യരാ. അതിന് പ്രത്യാശയില്ലാത്തവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിടും, അത് കഴിഞ്ഞിട്ട് നിത്യം നരകത്തിൽ പോവും. യാതൊരു പ്രത്യാശയും ഇല്ലാത്ത കൂട്ടരാ നിങ്ങൾ. ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. ഇതാണ് നിങ്ങളുടെ സ്ഥിതി. അപ്പൊ ഒന്ന് ഓർക്കണം, ഇവിടുന്ന് എവിടാണ് നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതായിരുന്നു നമ്മുടെ സ്ഥിതി. ഞാൻ ഒരു പിക്ചറോടെ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് ഫുള്ളി സെറ്റ് ആകും. ഇത് കണ്ടില്ലയോ? ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. ഇവരെയാണ് നിങ്ങൾ സേവിച്ച് നിന്നിരുന്നത്. ആ കാലത്ത് യഹൂദനും പിന്നെ ജാതി എന്ന് പറയുന്നത് ജാതീയ ദൈവമായത്. ഈ സെമിറാമീസ് എന്നും തമ്മൂസ് എന്നും പറയുന്നത് ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരാധനയാണ് ഉലകം മുഴുവൻ ഉണ്ടായിരുന്നത്. അതാണ് നിമ്രോദ് എന്ന് പറയുന്നത്. അത് നോഹയുടെ കാലത്തിന് ശേഷം കൂശിന്റെ മകൻ നിമ്രോദിന്റെ കാലത്ത് ആരംഭിച്ച ഒരു ആരാധനയായത്. ഇതാണ് ഉലകം മുഴുവൻ അന്നും ഇന്നും പ്രബലമായിരിക്കുന്നത്. ഉലകത്തെ മുഴുവൻ അടക്കി വാഴുന്നത് ഈ ദേവിയും ഈ ദേവനുമാണ്. ബൈബിളിൽ ഇവരെ കുറിച്ച് 100 കണക്കിന് പ്രാവശ്യമാണ് പറഞ്ഞേക്കുന്നത്. അവരെ അസീറിയൻ പ്രവാസത്തിലേക്കും ബാബേൽ പ്രവാസത്തിലേക്കൊക്കെ ഓടിക്കാൻ കാര്യം ഇവർക്ക് പോയി ധൂപം കാട്ടിയതുകൊണ്ട്, ഇവർക്ക് അടയുണ്ടാക്കിയത് കൊണ്ടുമാണ്. ഇവരെ വണങ്ങിയതുകൊണ്ടും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഇവർക്ക് അഗ്നിപ്രവേശം ചെയ്തുകൊണ്ടുമാണ്. ഇത് കണ്ടില്ല? ബാബിലോണിയ ദേവിയ സെമിറാമീസ് ആൻഡ് തമ്മൂസ്, അമ്മയും കുഞ്ഞും. ഈ അമ്മയും കുഞ്ഞും തന്നെ പല രീതിയിലാണ് ഉലകത്തിൽ കടന്നിരിക്കുന്നത്. അന്നും ഇതുപോലെ തന്നെ ഇത് ഐസിസ് ആൻഡ് ഹോറസ് എന്ന് പറഞ്ഞിട്ടാണ് ഈജിപ്തിൽ അറിയപ്പെടുന്നത്. ഇതേ അമ്മയും കുഞ്ഞുമാണ്. ഇതേ അമ്മയും കുഞ്ഞും തന്നെയാണ് റോമയിലെ മേരിയും ഇൻഫന്റ് ബേബിയും. ഇത് തന്നെയാണ് ഉലകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടില്ലയോ? നമ്മു എന്നും എൻകി എന്നും പറഞ്ഞ് അറിയപ്പെടുന്നത് സുമേറിയ, അവിടെ അറിയപ്പെടുന്ന ഏഷ്യ, ചൈനയിലും ജപ്പാനിലും കൊറിയയിലും ഒക്കെ കാണുന്ന ഷിങ്മു എന്ന് പറയുന്ന അമ്മയും കുഞ്ഞും ഇത് തന്നെയാണ്. ഹൈന്ദവ മാർഗത്തിൽ കാണുന്ന ദേവകിയും കൃഷ്ണയും ഇന്ത്യയിലുള്ള ഇതും ഈ അമ്മയും കുഞ്ഞും തന്നെയാണ്. ഒരുപാട് പേരുകൾ, നമ്മുടെ ഒരു അർത്തമീസ് എന്നും ബാലെന്നും അശേര എന്നും ആസ്റ്റാർട്ടി എന്നും ആഫ്രഡൈറ്റിസ് എന്നും ഒക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഇവർ തന്നെയാണ്. ഇവരിൽ നിന്ന് ഇവരുടെ ഭാഗമാണ് നമ്മൾ ഇതിലാത്തിലെ ഒരു ഗ്രൂപ്പായിരുന്നു നമ്മൾ. നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും എന്താ പറയുന്നത്, ഒരു ആത്മീക ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം. ഇവരിൽ സ്നാനപ്പെടുത്തി ഇവരെ മുക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയായിട്ട് മാറും എന്നൊക്കെ പറയുമ്പോൾ ഒരല്പമെങ്കിലും ഒരു അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കും. ഇതാ ഞാൻ ഈ പറയുന്നത്, ഈ ഫൗണ്ടേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മുഴുവനും തെറ്റായി പോയിരിക്കുക. ഇതായിരുന്നു അവരുടെ ദേവിദേവന്മാർ. അബ്രഹാമിൽ നിന്ന് ദൈവം വിളിച്ചൊരു ജനമാണ് ദൈവജനം. യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി, അവൻ അവകാശമായ ജനമാണ്. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ ഫറവോനോട് ദൈവം പറയുന്നൊരു വാക്യം കാണിക്കാം. ഫറവോനോട് ദൈവം പറയുന്നൊരു വാക്യം, അവരെ വിടുവിച്ചുകൊണ്ട് ഒരു എക്സോഡസ്, പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, 22-23 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഫറവോനോട് പറയുന്ന ഒരു രംഗമാണ്. ഇത് കണ്ടില്ല? അവിടെ പറയാ, നീ ഫറവോനോട്, ദൈവം പറയാണ് മോശയോട്, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ. കണ്ടോ? ദൈവത്തിന്റെ പുത്രന്, എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ, മൈ ഫസ്റ്റ് ബോൺ ആന്ന് പറയുക. ദൈവത്തിന്റെ പുത്രനാ അവര്, എന്റെ ആദ്യജാതൻ. അടുത്ത വാക്യം കണ്ടോ? എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇതൊക്കെ ഫുൾ സ്റ്റോപ്പാ.
അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നു കളയുമെന്ന് പറയുക. അങ്ങനെ അവരുടെ ആദ്യജാതനെ മുഴുവനും കൊന്നു കളയുവാനായിട്ട് ഇടയായി. അവരെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുമ്പോൾ വരുന്നൊരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. ഈ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവർക്ക് കൽപ്പന കൊടുക്കുക, അവർക്ക് നിയമം കൊടുക്കുക, അവരെ ശുദ്ധീകരിച്ച് അവർക്ക് നിയമം കൊടുക്കുക. ദൈവത്തിന്റെ പുത്രന്മാരാ അവർ ദൈവത്തിന്റെ ജനമാണ്. എന്നാൽ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാലക്രമേണ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, മാറിപ്പോയി. പരിശുദ്ധ ആത്മാവിനെ അവരുടെ ഇടയിലേക്ക് അയക്കുമെന്നും അവരെ യഥാസ്ഥാനപ്പെടുത്തുമെന്നും ഒക്കെ പ്രവാചകന്മാരെ അറിയിച്ച് ദൈവം അവരോട് പറയുക. ഇവിടെ 1-2 വാക്യങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പ്രവാചകന്മാരെ അയച്ചിട്ട് അവരോട് പറഞ്ഞിരുന്നോ ഈ കാര്യങ്ങൾ എന്നൊക്കെ. എസെക്കിയേൽ പ്രവചനം 36-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, 36-27. എസെക്കിയേൽ 36-27. സോറി, ഞാൻ ഇതിനെ ഷോർട്ട് വിൻഡോയിൽ എടുക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് കണ്ടോ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. കാര്യം നിങ്ങളായിട്ട് ഇത് നടക്കുന്നില്ല. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ മുഴുവൻ തെറ്റിച്ച് കളയുക, നിങ്ങളെ ഉലകം മുഴുവനും ചിതറിച്ച് കളയേണ്ട അവസ്ഥ വന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. പരിശുദ്ധ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ അയക്കുമെന്ന് പറയുക. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അന്ന് നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഇത് എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞിരിക്കുക. പരിശുദ്ധ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയച്ച് നിങ്ങളെ ഞാൻ റീഅലൈൻ ചെയ്യും. നിങ്ങൾ മടങ്ങി വരും, നിങ്ങൾ എൻ്റെ ദേശത്തും നിങ്ങൾ എൻ്റെ അനുഗ്രഹത്തിലും ജീവിക്കുമെന്ന് പറയുക. യെശയ്യാ പ്രവാചകനോട് പറഞ്ഞത് 44, യെശയ്യാ 44-ന്റെ 1-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയുന്നുണ്ടോ, ഇവിടെ പറയാണ്, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ. ഈ യാക്കോബ് എന്ന് മുഴുവൻ പറഞ്ഞ ഇസ്രായേലിനെയാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അടുത്ത വാക്യം ശ്രദ്ധിക്കേണ്ടേ, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പകരും. കണ്ടോ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ സന്തതിയുടെ മേൽ പകരുമെന്ന് പറയും. ഇതിന്റെ എല്ലാം ഫുൾഫിൽമെന്റ് ആ പെന്തക്കോസ് നാളിൽ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് തന്റെ സന്താനത്തിന്മേൽ വരിക, തന്റെ സന്തതിയുടെ മേൽ വരിക. പെന്തക്കോസ് നാളിൽ നടക്കുന്ന ഇതിന്റെ ഫുൾഫിൽമെന്റാ. യോവേൽ പ്രവചനം 2, യോവേൽ പ്രവചനം നോക്കി കഴിഞ്ഞാൽ 2-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങൾ കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇതാണ് പെന്തക്കോസ് നാളിൽ നടക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വിധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഇവിടെ എല്ലാം ഇങ്ങനെ പകരുമെന്ന് പറയാൻ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ദൈവജനം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. ഇസ്രായേലിന്റെ ആത്മീക അധപതനത്തെക്കുറിച്ചും പിന്മാറ്റത്തെക്കുറിച്ചും അവരുടെ ലീഡർ ആയിരുന്ന നിക്കോദിമോസിനോട് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് എന്താണ് ഈ മടങ്ങി വരവെന്ന് പിടികിട്ടുന്നില്ല. എന്താണ് വീണ്ടും ജനനം എന്ന് ചോദിച്ചിട്ട് പോലും അദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല. കർത്താവിനോട് ചോദിക്കുക, ഞാൻ എന്തോ അമ്മയുടെ വയറ്റിൽ കയറി വീണ്ടും ജനിക്കണമെന്ന് ചോദിക്കുക. അതായിരുന്നു അവരുടെ ആത്മീക ഒരു നിലവാരം. അത് പരീക്ഷ പ്രമാണി, ഒരു കർദിനാളിന്റെ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വീണ്ടും ജനനം എന്ന് പറഞ്ഞിട്ട് എന്താന്ന് കർത്താവ് പറഞ്ഞിട്ട് മനസ്സിലാകാഞ്ഞപ്പോ കർത്താവ് അവനോട് ചോദിക്കുക, യോഹന്നാൻ 3:10 ചോദിക്കുക. യോഹന്നാൻ 3:10, സോറി ഞാനൊന്ന് കാണിച്ചോട്ടെ. യോഹന്നാൻ 3:10. യോഹന്നാൻ 3:10 ചോദിക്കുകയാണ്, യേശു അവരോട് ഉത്തരം പറഞ്ഞ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുക. നിക്കോദിമോസിനോട് ചോദിക്കുക. ഇത് അറിയേണ്ട സമയം കഴിഞ്ഞ്, നീ അവരുടെ ഉപദേഷ്ടാവാ. ജനം മുഴുവൻ തെറ്റിപ്പോയിരിക്കുക, നീ അവരുടെ വലിയ തിരുമേനിയാ. യു ഷുഡ് നോ ദാറ്റ് ദേ മസ്റ്റ് കം ബാക്ക്. അവർക്ക് ആ മാനസാന്തരം ഉണ്ടാകണം, അവർ മടങ്ങി വരണം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം 31 മുതൽ 33 വരെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്. ഞാൻ ഇവരുടെ പുതിയൊരു നിയമം അവർക്ക് കൊടുക്കും, അതിലേക്ക് അവർ മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുകൂടെ ഒന്ന് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്തേക്കാം. ഇവിടെ പറയുന്നുണ്ടോ, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്.
ഇവരോട് പഴയ കൊടുത്തിരുന്ന കൽപ്പനകളിലല്ല, പുതിയൊരു നിയമം ഞാൻ ഇവരോട് ചെയ്യുന്ന ഒരു കാലം വരും. ഇത് ആരോടാ ചെയ്യുന്ന കാര്യം? ഹൗസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഹൗസ് ഓഫ് ജൂഡ. താങ്കളോട് നിയമം ചെയ്യുന്ന കാര്യമോ ഏതെങ്കിലും പുതിയ നിയമം താങ്കളോട് ചെയ്ത വിവരമോ അല്ല ഈ പറയുന്നത്. ഇത് യഹൂദനോട് ചെയ്യുന്ന കാര്യമാണ്, ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും. അടുത്ത വാക്യം കണ്ടോ, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച്, നമ്മുടെ പിതാക്കന്മാരെ ആണോ? അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും, കണ്ടോ ഭർത്താവായിരിക്കുന്നത്, അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ പകരും, അവരെന്റെ നിയമപ്രകാരം നടക്കും. ഞാനൊരു പുതിയൊരു നിയമം അവർക്ക് കൊടുക്കും, ഒരു പുതിയ നിയമം അവരുടെ ഹൃദയ ഭിത്തികളിന്മേൽ ഞാൻ എഴുതും. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് അറിയാവുന്നതാണ്. 500 വർഷം മുമ്പ്, കർത്താവ് ഉലകത്തിൽ വരുന്നതിന് 500 വർഷം മുമ്പ് മുതലേ പറഞ്ഞിരിക്കുന്നതും ഇവരൊക്കെ വാദോരാതെ ഇവരുടെ സിനഗോഗിൽ വായിക്കുന്നതുമാണ്. എന്നിട്ടും ഈ നിക്കോദിമോസിന് ഇത് അറിയത്തില്ലയോ എന്ന് കർത്താവ് ചോദിക്കുക. നിനക്കിത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നീ പിന്നെ എങ്ങനെ മറ്റുള്ളവരെ നയിക്കും? നീ ഇതിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നീ അത് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുക. യോഹന്നാൻ 3:3 പറയുന്നുണ്ടോ? യോഹന്നാൻ 3:3 കർത്താവ് തന്നെ പറയും, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, കർത്താവ് ഈ പറയുന്ന ആരോടാ? നിക്കോദിമോസിനോട് പറയുക. നിക്കോദിമോസ് യഹൂദന്റെ പരീശന്മാരുടെ പ്രമാണിയാണ്, അവരുടെ കർദിനാളാണെന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിനോട് ഈ പറയുന്നത്, ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് നമ്മളെ പോലെ അർത്തമീസിനെ ആരാധിച്ച് അശേര പ്രതിഷ്ഠയ്ക്കും ബാൽ വിഗ്രഹത്തിനും മണിയടിച്ച് അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളോട് പറഞ്ഞ കാര്യമല്ല ഇത് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കാര്യം അവരോട് പറയാൻ കാര്യമുണ്ട്. അവർ ദൈവജനമാണ്, അവർ ദൈവത്തിന്റെ സന്താനമാണ്, ദൈവത്തിന്റെ ആദ്യജാതനാണ്. പക്ഷെ അവൻ വീണു പോയിരിക്കുന്നു. അവനോട് മടങ്ങി വരാൻ പറയുക, അവനോട് വീണ്ടും ജനിക്കാൻ പറയുക. വീണ്ടും ജനനം, ഇതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു വരുന്ന സമയത്താണ് ഇതിന്റെ 16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇത് ഉൽപ്പത്തി മുതൽ പറഞ്ഞിരിക്കുന്നതാ, ദൈവം തന്റെ പുത്രനെ, മശിഹ രക്ഷകൻ ലോകത്തിലേക്ക് വരുമെന്നുള്ളത്. അങ്ങനെ കർത്താവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയും. ഇത് യഹൂദനോട് പറയുന്ന കാര്യമാണ്. അതല്ല നമ്മുടെ സുവിശേഷം. അവിടെ നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ്. അഫ്കോഴ്സ് ആ പുത്രനിൽ കൂടാണ് നമുക്ക് രക്ഷ. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ പുത്രൻ ഇവിടെ ലോകത്തിൽ വന്ന് എന്തെങ്കിലും ചെയ്തതിലോ, ഇവിടെ വന്ന് എന്തെങ്കിലും പ്രസംഗിച്ചതിലോ, ഇവിടെ നടന്ന എന്തെങ്കിലും അത്ഭുതങ്ങളിലോ അല്ല നമ്മുടെ രക്ഷ. കർത്താവിന്റെ കാൽവറി യാഗത്തിലാണ്, ആ പ്രായശ്ചിത്ത യാഗത്തിലാണ് നമ്മുടെ നീതീകരണം. അതിലെ ആഴമായ വിശ്വാസത്തിൽ കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു രക്ഷിത ഗണമാണ് നമ്മൾ. അതിനെ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഹല്ലേലൂയ. ഈ വാക്യം 3:16 വായിച്ചു കഴിഞ്ഞാൽ അവിടെ കർത്താവിന്റെ മരണമില്ല, കർത്താവിന്റെ ബ്ലഡ് ഇല്ല, കർത്താവിന്റെ ക്രൂശ് ഇല്ല, കർത്താവിന്റെ പുനരുദ്ധാനമില്ല. ഇതൊന്നും ആ വാക്യത്തിൽ പറയുന്നേ ഇല്ല. അത് നമ്മുടെ സുവിശേഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് അത് മനസ്സിലാകും. ഇത് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് വേറെയാണ്, ദൈവവചനം തന്നെയാണ്, ദൈവിക പദ്ധതി തന്നെയാണ്, ബട്ട് ആപ്ലിക്കേഷൻ വേറെയാണ്. നമുക്കെല്ലാം എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് കാളെ ആടിനെയൊക്കെ നമ്മൾ എടുത്ത് യാഗം കഴിക്കാൻ പറ്റത്തില്ല, ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭൂലോകത്തിൽ അതിന്റെ മേലെ ഒരു പാപം കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ വചനത്തെ ആരോട് എന്തിനു പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, ഏത് കാലഘട്ടത്തിലാണ് ദൈവം ഈ സംസാരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം നമുക്ക് പിടികിട്ടത്തില്ല. ബൈബിളിൽ അതുകൊണ്ട് ഇതുണ്ട്, ശബത്തുണ്ട്, യാഗമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയും കോപ്രായങ്ങൾ ഇന്ന് ക്രിസ്തീയ ഇതിൽ ചെയ്ത് കൂട്ടിയിരിക്കുക. നമ്മൾ ഇന്ന് ഇസ്രായേലാണ്. ബോണഗെയിൻകാരുടെ വേറൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംഭവം ഇസ്രായേലിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നാണ് അവരുടെ ഒരു തോന്നൽ. ഇതൊരു മഹാ തെറ്റ. റീപ്ലേസ്മെന്റ് തിയോളജിയുടെ അടിസ്ഥാനമായി ഇവിടെ ദൈവം അവരോട് സംസാരിച്ച് അവരോട് പല കാര്യങ്ങളും റിവീൽഡ് ആക്കിയത് എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് അബ്രഹാമിന് കൊടുക്കുകയായിരുന്നില്ല, മോശയ്ക്ക് എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. കർത്താവ് ഉലകത്തിൽ വന്ന പല കാര്യങ്ങളും, സ്വർഗരാജ്യത്തിലേക്ക് എങ്ങനെ കടക്കും, ആര് കടക്കും, എന്ത് ചെയ്യണം, കർത്താവിന്റെ മരണം നടക്കാൻ പോവുകയാണ്, കർത്താവിന്റെ ക്രൂശീകരണം നടക്കാൻ പോവുകയാണ്, അതിനുശേഷവും ഉണ്ട്. ഞാൻ ഈ പിക്ചർ ഒന്ന് കാണിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരു പിക്ചറൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചോട്ടെ. നമ്മുടെ സമയം തീർന്നു പോയി. എനിക്കിന്ന് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇന്നത് മുഴുവൻ പറഞ്ഞു തീർക്കാനായിട്ട് കഴിയുന്നില്ല.
ഇത് കണ്ടില്ലേ, ഈ വിഷയം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് കർത്താവിന്റെ ക്രൂശ, ഈ സെൻട്രൽ കാണുന്ന കർത്താവിന്റെ ക്രൂശ. ഇന്ന് ജനം വിചാരിച്ചിരിക്കുന്ന ഇതിന് മുന്നോട്ടുണ്ടായിരുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഇതിന് ശേഷമുള്ളത് ന്യൂ ടെസ്റ്റ്മെന്റുമാണ്. അങ്ങനല്ല. ഈ ക്രൂശിന് മുൻപുണ്ടായിരുന്ന ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നത് യഹൂദനോട് മാത്രമാണ്. ഈ കാണുന്ന യഹൂദനോട് ഇവിടെ ഒരു ജാതിയോടും ദൈവം ഇടപെട്ടിട്ടില്ല. ഇവിടെ ജാതികൾ രക്ഷിക്കപ്പെടാൻ അപ്പൊ അവസരമില്ലായിരുന്നോ? ഉണ്ട്, അവസരമുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർക്ക് യഹൂദ മതാനുസാരിയായിട്ട് മാറണം, ജൂവിഷ് പ്രോസലൈസേഷൻ, അങ്ങനെ ഒരു മാർഗമുണ്ട്. പക്ഷെ അതുകൊണ്ട് താങ്കൾ വിശ്വാസം മാറുന്നില്ല, ജൂ ആയിട്ട് മാറുക, ഒരു ജാതിയൻ ജൂ ആയിട്ട് മാറുക, യഹൂദ മതാനുസാരിയായിട്ട് മാറും. അപ്പൊ അത് എന്നാ തീർന്നത്? അതെന്നാ വിഷയം മാറിയത്? ഈ ക്രൂശിന്റെ തലേദിവസവും ക്രൂശിന്റെ പിറ്റേ ദിവസവും, ക്രൂശ് കഴിഞ്ഞപ്പോൾ ആരാ ഉള്ളത്? അപ്പൊ പിന്നെ ക്രിസ്ത്യാനികൾ ഇവിടെ വന്നില്ലേ? ക്രൂശ് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനിയും വന്നിട്ടില്ല. നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു റെഫറൻസ് ആത്മാർത്ഥതയോട് നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ പറയണം, ഈ ക്രൂശ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്നതിന്റെ കണ്ടിന്യൂവേഷൻ ആയി നടക്കുന്നത്. 12 അപ്പോസ്തലന്മാർ യഹൂദന്മാരാണ്. അവരെ 12 ഗോത്രത്തിന് സമമായിട്ട് 12 പേരെ കർത്താവ് എണ്ണി എടുത്തേക്കുക. കാര്യം അവർ 12 പേരും 12 ഗോത്രത്തിന്റെ തലക്കിൽ ഇരുന്നുകൊണ്ട് അത് സിംഹാസനത്തിൽ നിന്ന് ന്യായം വിധിക്കാനുള്ളവരാണ്. ഈ ക്രൂശിന് ശേഷവും യഹൂദന്മാരാണ് ഇവിടെ ഉള്ളത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്ന യഹൂദന്റെ ഇടയിലാണ്. ഇവിടെ ഉപ്പിലിടാൻ ഒരു ജാതിയെ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഒരു ജാതിയനും അവിടെങ്ങുമില്ല. ഇവിടൊക്കെ ഈ പെന്തക്കോസ് നാളിൽ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എഴുതിയ പെന്തക്കോസ് നാളാ, ഇവിടൊക്കെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബോധമുള്ള ക്രിസ്ത്യാനികളൊന്നും അത് വിശ്വസിക്കത്തില്ല. കംപ്ലീറ്റ് ഈ പാരമ്പര്യത്തിന് തല വെച്ച് കൊടുത്തേക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം! ഇവിടെ ഒരു ജാതിയൻ അവിടെ ഇല്ല. ദിസ് ഈസ് കംപ്ലീറ്റ്ലി യഹൂദനോട് പറഞ്ഞിരിക്കുക. അവിടെ ഞാൻ മുമ്പേ വായിച്ച് കേൾപ്പിച്ചില്ലേ, എസെക്കിയേലും യെശയ്യാവും യോവേൽ പ്രവചനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരോട് പറയുക, കാര്യം അവർ മടങ്ങി വരണം. അതാ ഇവിടെ നടക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിട്ട് അവരോട് പറയുക. അവിടെ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് എന്ന് പറയാം, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരോ ആടിനെ യാഗം കഴിക്കണമെന്നല്ല. കാര്യം ആ യാഗം ഇവിടെ കഴിഞ്ഞുപോയി. ഇനി ഒരു ആടിനെ കൂടെ യാഗം കഴിക്കാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇന്റരിം കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശമാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അഫ്കോഴ്സ് ആ സമയത്ത് സ്നാനമാ ചെയ്യേണ്ടത്. അതാ മർക്കോസ് 16:16 കർത്താവ് പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് മുഴുവൻ ഇത് കഴിഞ്ഞിട്ട് യഹൂദന്റെ പദ്ധതിയാ ഈ പരിശുദ്ധാത്മാവിന്റെ ശേഷവും ഒരു വർഷത്തേക്ക് നടക്കുന്നത്. ഞാൻ ഇതേ ഇന്ന് പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചിട്ട് ഇവിടെ പറഞ്ഞു നിർത്താം, അല്ലാതെ നമുക്ക് സമയം തികയുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെ. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ 2 മിനിറ്റ് കൊണ്ട് നിർത്താൻ പോവാം, കൂടിയാൽ 5 മിനിറ്റ്, അത്രേ ഉള്ളൂ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരു ഉപമ പറയും. അവൻ ഒരു ഉപമയും പറഞ്ഞത്, ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിനെന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. ഇവിടെ കണ്ടില്ലേ, ഈ ക്രൂശ് മുതല് ഇവര് ഒരു അത്തിവൃക്ഷം, ദൈവം വളർത്തിക്കൊണ്ട് വരുന്ന അത്തിവൃക്ഷം, അത് യഹൂദന അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഈ അത്തിയില് ദൈവം 3.5 വർഷമായിട്ട് ഇവിടെ ശുശ്രൂഷിക്കുക, ഒരു ഫലവും കാണുന്നില്ല. കർത്താവിന്റെ 3.5 വർഷത്തെ ഇവിടെ ശുശ്രൂഷിക്കുക, അവിടെ ശുശ്രൂഷിച്ചിട്ട് ഒരു ഫലവുമില്ല. ഈ അത്തിയെ വെട്ടിക്കളയാന്ന് പറയുമ്പോൾ പിതാവായ ദൈവം പുത്രനോട് പറയുക ഈ അത്തിയെ വെട്ടിക്കളയാൻ. അന്നേരം പുത്രൻ അപേക്ഷിക്കുക, കർത്താവ് ക്രൂശിൽ അപേക്ഷിച്ചതുപോലെ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതുപോലെ ഒരു അപേക്ഷ. അതേ വാക്കുകളാണ് ഈ ഉപമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് പറയും, 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിന്ന് വെള്ളവും വളവും ഒക്കെ ഒഴിക്കുക, പരിശുദ്ധാത്മാവിനെ അയക്കുക, അവരെ ശക്തീകരിക്കുക, അവരോട് 1 വർഷം കൂടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. 1 വർഷം കൂടെ നിന്നിട്ടപ്പം ഫലം കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാന്ന് പറഞ്ഞു. 1 വർഷത്തെ പീരീഡായി കാണുന്നത്. ഇവിടെ സ്തേഫാനോസിനെ കൂടി എറിഞ്ഞു കൊന്നു കഴിയുമ്പോൾ 1 വർഷം പൂർണ്ണമാകുക. അവർ ഒരു ഫലവും കായ്ക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുമ്പോൾ ഇവിടെ വെച്ച് അവരെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയൊരു പദ്ധതി ആരംഭിക്കുക. ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു പദ്ധതി. ഇതിനു വേണ്ടിയിട്ടാണ് പോളിനെ വിളിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിളിക്കുക.
ഇവിടെ തന്നിൽ കൂടെ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുക. അപ്പൊ അതിൽ യഹൂദന് ചാൻസ് ഇല്ലേ? ഓഫ് കോഴ്സ് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് Jew പ്ലസ് ജെന്റൈൽ. എല്ലാവർക്കും, സകല മാനവരാശിക്കും ഇതിൽ നിന്ന് ആർക്കെങ്കിലും ഈ പദ്ധതിയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ യെസ്, അതിനുള്ള ടൈം പീരീഡ് ആയത്. ഇതൊരു 2000 വർഷം റഫലി ആ ഒരു ടൈം പീരീഡ് ഓപ്പൺ ആയ, ഈ 2000 എന്നൊക്കെയുള്ള എന്റെ അഭിപ്രായമാണ്, അതൊന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ടൈം പീരീഡ് നമുക്കിപ്പോൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ 2000 എന്ന് പറഞ്ഞു. ഇതിനെയാണ് ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഈ പദ്ധതിയും ഇതിനു മുമ്പ് ഇവരോട് കൊടുത്തിരുന്ന പദ്ധതിയും എല്ലാം കൂടെ നിങ്ങൾ കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കിച്ചടി ആയിപ്പോ. ഇന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്രിസ്ത്യന്റെ മുഴുവനും തെറ്റിന്റെ കൂനയിലാകപ്പെട്ടേക്ക്. ചെറിയ തെറ്റല്ല, ചെറിയ ഒരു തെറ്റ്. ഇങ്ങനെ നിങ്ങൾ എറണാകുളത്തോട്ട് പോകുന്ന ബസ്സിൽ നിന്ന് മാറി തൃശ്ശൂരോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. എല്ലാവരും കൂടെ കൂട്ടത്തോട് ചെന്ന് നരകത്തിൽ ചാടും. പോകേണ്ടുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് എന്താണെന്നെങ്കിലും ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് നമ്മുടെ സുവിശേഷം എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എന്താണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്നും മനസ്സിലാക്കുക. എന്തിനാണ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചതെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് വൺ ലോർഡ്, വൺ ബാപ്റ്റിസം, വൺ ഫെയ്ത്ത് എന്ന് പറയാൻ കാര്യം എന്താണെന്നുള്ളത്. വീണ്ടും ജനനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കിന്നൊരു 3 വിഷയമൊക്കെ തീർക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും നിങ്ങൾക്കറിയാം, ഈ വിഷയത്തിലോട്ട് ഞാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയും കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു പോകണമെന്ന്. രണ്ടാമത് ജലസ്നാനത്തിലേക്ക് കയറേണ്ടതാണ്. ഞാൻ അവിടെ കയറുന്നില്ല, ഇന്നിവിടെ നിർത്തുക. ജലസ്നാനം, അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാഭിഷേകം, അത് കഴിഞ്ഞിട്ട് അപ്പം നുറുക്കൽ, ഇതെല്ലാം ഇന്ന് അടിസ്ഥാന ഉപദേശമായിട്ട് എടുത്തിരിക്കുക. ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ്? ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ ഉപദേശമാണോ? വീണ്ടും ജനനം, താങ്കൾക്ക് വീണ്ടും ജനിക്കാൻ താങ്കൾ ആരാ? എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിട്ട് അർത്തമീസിനെ ആശയരായും ബാൽ വിഗ്രഹങ്ങളൊക്കെ ആരാധിച്ച് നിന്നിരുന്ന നിങ്ങൾക്ക് വീണ്ടും ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ദാറ്റ്? യഹൂദൻ ദൈവത്തിന്റെ ജനമ, അവർ വീണുപോയി, അതുകൊണ്ട് അവർക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. താങ്കൾക്കുള്ളത് ഒരേ ഒരു ജനനം, അത് ഇപ്പോഴാണ്. അത് പരിശുദ്ധ ആത്മാവിനാലുള്ള ജനമാണ്, ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ്. അത് കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ പരിശുദ്ധ ആത്മാവ്, കർത്താവ് കാൽവറിയിലെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിടുക. അതാണ് നമ്മുടെ ജനനം എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാനൊന്ന് അവസാനിപ്പിക്കാൻ എന്നെ അനുവദിച്ചാട്ട്. ഇത് കണ്ടില്ലേ, ഒരു വാക്യം കൂടെ ഇവിടെ പറയാണ്, ഇതാണ് നിങ്ങളുടെ അനുഭവം. അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, അതാണ് ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു എന്നുള്ളത്. ആ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, അതിൽ നിങ്ങൾ ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുക. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മളെ ഇതിൽ മുദ്രയിടുക. ഇതിന്റെ തന്നെ 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം കൊടുത്ത് കാണിച്ചു എന്നർത്ഥം. ഇവിടെ പറയാണ്, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ വീണ്ടും ജനനം നമുക്ക് ബാധകമല്ല. ഇതല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രക്ഷ കർത്താവ് കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒഴുകിയ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ സുവിശേഷം. അതിലെ ആഴമായ വിശ്വാസത്താൽ ഈ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിടുക. എന്തോ നമ്മളിപ്പോൾ വായിച്ചു കേട്ടെ, വീണ്ടെടുപ്പിൻ നാളിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് കൈ വിട്ടേച്ച് പോകുന്നതല്ലാതെ നമ്മളെ എൻഡ് ടു എൻഡ് അറിയാവുന്ന ദൈവമാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. റാപ്ചർ ഡേ വരെ നമ്മളെ മുദ്രയിട്ടിരിക്കുക. ഇവിടെ വീണ്ടും ജനനമോ മടങ്ങി വരവോ മാനസാന്തരമോ ഒന്നും അല്ല നമ്മുടെ വിഷയം. അത് പറഞ്ഞിരിക്കുന്ന ഓഡിയൻസ് വേറെയാണ്, അത് കൊടുക്കാനുള്ള പർപ്പസ് വേറെയാണ്. അടുത്ത ദിവസം നമ്മൾ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കും. 14 എപ്പിസോഡ് ഞാൻ സ്നാനത്തെക്കുറിച്ച് ഫോക്കസ്ഡ് ആയിട്ട് ഓരോ സ്നാനവും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 25 എപ്പിസോഡിൽ കൂടുതൽ സ്നാനത്തെക്കുറിച്ച് നമ്മുടെ സൈറ്റിൽ തന്നെ കിട്ടും. എന്നിരുന്നാലും ഞാൻ അതിനെ ഒന്ന് കൺസൈസ് ആയിട്ട് അടുത്ത ദിവസം, ജലസ്നാനവും നമ്മളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? Water baptism, is that a requirement for salvation in this age of grace? ഈ കൃപായുഗത്തിൽ ജലസ്നാനത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ? ഞാൻ വളരെ വ്യക്തമായിട്ട് അത് വീണ്ടും പറഞ്ഞു തരാം.
ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു ചിലർക്കെങ്കിലും ഈ സത്യം മനസ്സിലാക്കുവാൻ ദൈവം തുറന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട്, അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് അതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ വീണ്ടും സഹായിക്കട്ടെ. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ടാത്ത ഉപദേശങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതിനിടയായി തീരാതെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.